ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട, ഒന്നുകൂടി പറയാം, പ്രിയപ്പെട്ട ഗൾഫ് പ്രവാസികളെ. കാരണം ഏറ്റവും അപ്പൊ അത് കേൾക്കുമ്പോൾ നാട്ടിലേക്ക് തോന്നണ്ട പ്രിയപ്പെട്ടവരാണോ ഞങ്ങളാണോ അല്ലയെന്ന്. ഏറ്റവും പ്രിയപ്പെട്ടത് എനിക്ക് ഗൾഫിൽ പ്രവാസികൾ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരില്ല. കാരണം ഇവിടെയാണല്ലോ നമ്മുടെ അന്നമുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ, അല്ലെ? അന്നം തരുന്ന അമ്മയോടല്ലേ കൂടുതൽ കൂറ്. ജന്മം തന്ന അമ്മ അവിടെ ഇരിക്കട്ടെ, അത് അവിടുത്തെ ഉണ്ടാവും. അത് പെർമനന്റ് ആയിട്ട് അവിടെ ഉണ്ടാവും. അപ്പൊ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. കാരണം ഞാൻ എന്നും പറയാറുണ്ട്, ഇന്നും അത് തന്നെ പറയുന്നു, മാറ്റം ഒരുപാട് ഉണ്ടാവേണ്ട നമ്മുടെ ചിന്തയിൽ, പ്രവർത്തനത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാവേണ്ട ഒരു വിഭാഗമാണ് പ്രവാസികൾ എന്ന് പറയുന്നത്. നാട്ടിലുള്ളവർക്ക് ഇത്രയും ടെൻഷനുകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ഇല്ലാന്നല്ല, അവർക്കുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ നമ്മൾ അനുഭവിക്കുന്ന അത്രയൊന്നും നാട്ടിൽ അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷെ നാട്ടുകാരെ കണ്ണിൽ നമ്മൾ എന്താണ്, രാവിലെ റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നോട്ടുകൾ ഇങ്ങനെ പറക്കുന്നുണ്ടാവും, പറക്കി കൊണ്ടുവരിക, നാട്ടിലേക്ക് അയക്കുക. ഇത് മാത്രമാണ് നമുക്ക് അത് അറിയേണ്ടത്. അതുകൊണ്ട് അത് ഭംഗിയായി നമ്മൾ നാട്ടിലേക്ക് അയക്കൽ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് യാതൊരു തർക്കമില്ല. ശമ്പളം കിട്ടേണ്ട അതേ നിമിഷം നാട്ടിലേക്ക് ഇപ്പോഴും അയക്കുന്നുണ്ട്, അല്ലേ തുളസി? നിമിഷം അതേ, ആ ഒരു എത്ര എത്തി എന്ന് മാത്രം, എത്ര കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 25 ദിറംസ് നമ്മളെ കൈക്ക് വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ അയക്കും സാറേ, ഒരു പൈസയും വെക്കില്ല. എന്തിനാ? എനിക്കിവിടെ ആവശ്യമില്ലല്ലോ. എനിക്കിവിടെ ഞാനിവിടെ ശ്വാസം മാത്രം കഴിച്ച് ജീവിക്കുകയാണ് എന്നുള്ള അവസ്ഥയിൽ വരുന്ന അവസ്ഥയാണ്. 20 വർഷമായിട്ടും 10 വർഷമായിട്ടും 15 വർഷമായിട്ടും NRI അക്കൗണ്ട് ആരും ഓപ്പൺ ചെയ്യാത്ത ആൾ എന്തേ ഓപ്പൺ ചെയ്യാത്ത ചോദിക്കുമ്പോൾ, എന്തിനാ എനിക്ക് NRI അക്കൗണ്ട്? എല്ലാം ഞാൻ ചേട്ടന് അയച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാം ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാം ഞാൻ മക്കൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന വലിയ വിശാല മനസ്കരുടെ, അല്ലേ, വിശാല മനസ്കരുടെ ലോകമാണ് പ്രവാസം എന്ന് പറയുന്നത്. ഇപ്പൊ ആരോട് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന ആരോട് ഇപ്പൊ ഞാൻ ചോദിച്ചാൽ ഇത്രയും വിശാല മനസ്കരുള്ളവർ വേറെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർക്ക് കുറച്ച് പറയല്ല. ഇപ്പോഴൊക്കെ കുറെ മാറ്റം വന്നു. പക്ഷെ ആ നാട്ടിലുള്ളവർക്ക് മാറ്റം വന്നു, നമ്മൾ ചോദിക്കുന്നതിലൊക്കെ മാറ്റം വന്നു. പക്ഷെ ഇവിടെയുള്ളവർക്ക് കുറെ ഇനിയും നേരം വെളുക്കാൻ കുറച്ചും കൂടി സമയം വേണ്ടി വരും എന്ന് തോന്നുന്നു. പക്ഷെ അത് മനസ്സിലാക്കിയെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് പറഞ്ഞത്, സമ്പാദ്യ കാര്യത്തിനകത്തും അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കുന്നതിനകത്തും പ്രവാസി എന്ന് പറയുന്നത് വലിയൊരു കീറാമുട്ടി തന്നെയാണ് ഇപ്പോഴും നോക്കുക. അപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നത് വെച്ചാൽ, ഇത്രയും ആൾക്കാരൊക്കെ കുറവായിരിക്കും എന്നൊക്കെ അറിയാം. പക്ഷെങ്കിൽ സ്ലോലി ഐ വോണ്ട് എ പെർട്ടിക്കുലർ ടീം, നല്ലൊരു ടീം, നല്ലൊരു ആൾക്കാർ പ്രവാസ ലോകത്തുനിന്ന് ഉണ്ടാവണം. അവരുടെ വിഷയങ്ങൾ മറ്റു വിഷയങ്ങളെക്കാളും അതിസങ്കീർണമായ വിഷയങ്ങളാണ്. പക്ഷേ ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ, ഷാർജയിൽ കഴിഞ്ഞ മാസം 2 സൂയിസൈഡുകളാണ് നടന്നത്. ഈ രാജ്യം ലോകത്തിലെ, അത് വേറൊരു കാര്യം കൂടി പറയാലോ, ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന് റെക്കോർഡ് കിട്ടിയത് അബുദാബിക്കാണ് ഈ വർഷം. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം. അപ്പൊ UAE ആണത്. അതിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് അബുദാബി. അപ്പൊ UAE തന്നെയാണ് മലയാളികളുടെ സൂയിസൈഡ് നടക്കുന്നതെന്നും പറയുമ്പോൾ എത്രത്തോളം ആയിരിക്കും അവർ അനുഭവിച്ചു വരുന്ന മാനസികമായ വിഷയങ്ങൾ. ഇപ്പൊ നമ്മളിവിടെയൊക്കെ പറഞ്ഞ നമുക്ക് സത്യം ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ഇപ്പൊ താഴെ ഞാൻ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടി ലോക്ക് ചെയ്യാതെ എത്രയോ ദിവസം കഴിഞ്ഞിട്ട് ഒരാൾ പോലും ആ വണ്ടി കൈ വെക്കാൻ പോകില്ല. നമ്മളൊരു സാധനം എവിടെയെങ്കിലും വെച്ച് വണ്ടിയുടെ ഡാഷ്ബോർഡിന്റെ മുകളിൽ പേഴ്സ് മറന്നു വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയ ആൾക്കാരുണ്ട്. ഒരാളും കൈവെക്കില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന്റെ ഒരു ആവശ്യകത നമുക്ക് വരുന്നില്ല, അങ്ങനെ ചിന്ത നമുക്ക് വരാറില്ല. എന്നിട്ട് പോലും അവരവർ വീട്ടിൽ, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അബുദാബിയിൽ ഡോക്ടറാണ് സൂയിസൈഡ് ചെയ്തത്. അവർ സൂയിസൈഡ് ചെയ്ത ഡോക്ടർ മാത്രമല്ല, സമൂഹത്തിൽ വെൽ നോൺ ആയിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ്. എല്ലാ സാമൂഹ്യ സംഘടനകളിലും എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തു. വൈ? എവിടെയാണ് വിഷയം വരുന്നത്? അപ്പോൾ പ്രവാസ ലോകത്തിന്റെ വിഷയങ്ങൾ പുറത്തറിയുന്നില്ല എന്നാണ്. നാട്ടിലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം നാട്ടിൽ 1 കോടി ആൾക്കാരുണ്ടാകുമ്പോൾ ഇവിടെ 10,000 ആൾക്കാരുടെ ഇടയിലാണ് 2 പേര് മരിക്കുന്നതെങ്കിൽ അത് വലിയൊരു ക്വാണ്ടിറ്റിയാണ്. ഇത്രയും അവസ്ഥകൾ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ പണ്ടാരോ പറഞ്ഞിരുന്നു, ഗൾഫിൽ വന്ന് തൂങ്ങിച്ചാകാൻ ഫാനില്ല, പിന്നെ എങ്ങനെ തൂങ്ങിച്ചാവും? അതിന് പോലും പോസിബിലിറ്റി ഇല്ലാത്തൊരു സ്ഥലമാണ്. എന്നിട്ട് പോലും ചെയ്യേണ്ടല്ലേ? ആരെങ്കിലും തൂങ്ങിച്ചാവുന്ന ഫാനില്ല ഇവിടെ, ഫാൻ വെക്കാറില്ല വീട്ടിനകത്ത്. അപ്പൊ അതിന് അത്ര പോലും സാധ്യത കുറഞ്ഞ സ്ഥലത്ത് ഇത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ദർ ഈസ് സംതിങ് വിഷയം നമ്മുടെ ഫാമിലിക്കകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദുബായ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്നപ്പോഴും ഓരോ ആൾക്കാർ സംസാരിച്ച വാക്കുകൾ, ജോലിയുടെ അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക അരക്ഷിതാവസ്ഥ,
ഫാമിലിയുടെ അവസ്ഥ ഇതൊക്കെ നമ്മുടെ വലിയ വിഷയങ്ങൾ തന്നെയാണ്, അഡ്രസ്സ് ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം ക്ലാസ്സുകളിലൂടെ ഇതിനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണമെന്ന് പറയുന്നത്. മക്കളെ നാട്ടിൽ നിർത്തി വരുന്ന അച്ഛനമ്മമാര്, അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവിനെ വിട്ടു വരുന്ന ഭാര്യമാര്, ഭാര്യയെ മക്കളെയും കുട്ടികളെ വിട്ട് നാട്ടിലൂടെ വരുന്ന ഭർത്താക്കന്മാര്, ഇവരെല്ലാവരും അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലാണ്. ആരും സുഖം അനുഭവിച്ചു പോകുന്നൊന്നുമില്ല ഇവിടെ, വളരെ കുറവാണ്. കാരണം അങ്ങനെയല്ല ഇവിടുത്തെ അവസ്ഥ എന്നുള്ളതാണ്. പക്ഷെ പിന്നെ എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ സുരക്ഷിത നഗരമാകുമ്പോൾ കുറേയൊക്കെ ടെൻഷൻ ഫ്രീ ആയിരിക്കും നമുക്ക്. എല്ലാ കാര്യങ്ങളും അവൈലബിലിറ്റി ഈസി ആയിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി സുരക്ഷിതമായിരിക്കും. അതുകൊണ്ടുള്ള കുറച്ച് കംഫർട്ട് സോണിലുള്ളതല്ലാതെ കൊണ്ടും ആക്ച്വലി ഇവിടെ അതിൻ്റെതായ വിഷയങ്ങൾ അനുഭവിക്കുന്നു. ഞാൻ അതിലൊക്കെ പബ്ലിക്കായിട്ട് വിഷയങ്ങളുണ്ടെന്നൊന്നും പറയാനല്ല ഉദ്ദേശിച്ചത്. പറയാൻ വന്നത്, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ, ഇവിടെ ഉള്ള ആൾക്കാർ ഒന്നും കൂടി ഇത്തരം മാനസികമായ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, ശാരീരികമായ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രവർത്തിക്കണം എന്നുള്ള റിക്വസ്റ്റ് ചെയ്യാനാണ്. കാരണം നാളെ തിരിച്ചു പോകുന്ന സമയത്ത് കൈ കാല് എല്ലാം സാധനം നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഇടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് എക്സസൈസും മെന്റലായിട്ടുള്ള എക്സസൈസും ഫിസിക്കൽ എക്സസൈസും ഒക്കെ ചെയ്തുകൊണ്ട് ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തിയാൽ മാത്രമേ ജീവിച്ചിട്ട് അർത്ഥമുണ്ടുള്ളൂ. അവസാനം ഒരാളും ഗൾഫിൽ നിന്ന് ഉണ്ടാക്കിയ കോടിക്കണക്കിന് കാശ് കൊണ്ടുപോയിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും വാങ്ങിച്ചിട്ടില്ല. അത് പോസിബിളായ കാര്യമല്ല എന്നുള്ളതാണ്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാന്ന് വെച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഇന്നത്തെ വൈബ്രേഷൻ, അതായത് നമ്മുടെ ശാരീരിക, അതായത് നമ്മുടെ എന്താ പറയാ, ശാരീരിക വൈബ്രേഷൻ എന്ന് പറയുന്നത് ശരിയല്ല, നമ്മുടെ വൈബ്രേഷൻ ഉയർത്തുന്നതിലൂടെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർ എങ്ങനെയാണ് ഉയരുക എന്നതിനെ പറ്റിയിട്ട് പറയാൻ. ഒരു തിയറി ക്ലാസ് ആണ്. കാരണം നിങ്ങൾ ആക്ച്വലി നിങ്ങൾ ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. ജേർണി ടു ഹാപ്പിനെസ്, നമ്മുടെ ഹാപ്പിനെസ് മസ്റ്റിൽ വന്നതിന് ശേഷം നിങ്ങൾ അറിയാതെ അനുഭവിച്ചു പോയ ഒരു കാര്യത്തെ ഞാൻ പബ്ലിക്കിലേക്ക് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്, അല്ലെങ്കിൽ രണ്ടാമത് കൃത്യമായി വെച്ചാൽ മാനിഫെസ്റ്റേഷൻ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്നതിന്റെ ചോദ്യത്തിന്റെ മറ്റൊരു രീതിയിൽ ഉത്തരമാണ് വൈബ്രേഷൻ കൂടുമ്പോൾ മാനിഫെസ്റ്റേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന രാജേഷ് സാറിന് ചോദിക്കും, സാറേ ഞാൻ വൈബ്രേഷൻ കൂട്ടിയിട്ടും എൻ്റെ മാനിഫെസ്റ്റേഷൻ എന്തേ വർക്ക് ചെയ്യാത്തത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായി എന്നിലുണ്ടാവും. അത് എന്നിലും ഉണ്ട് ആ സാധനം. അപ്പോൾ ഇതിനകത്ത് ചില തത്വങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം വൈബ്രേഷൻ കൂട്ടുക എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കണം. ഇതെങ്ങനെയാണ് അളക്കുക, എങ്ങനെയാണ് അറിയുക, അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള വൈബ്രേഷൻ ഫ്രീക്വൻസി എന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ച കാര്യമാണ്. ഇവിടെ ലളിതമായി പറയാൻ പോകുന്നത് വെച്ചാൽ, എന്തുകൊണ്ടായി കഴിഞ്ഞാൽ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നത് എന്നതിനെ പറ്റി നമുക്കൊന്ന് അവലോകനം ചെയ്യണം. കാരണം ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഞാനൊരു തിയറിറ്റിക്കൽ ആണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതിനെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തെടുക്കണം. പ്രാക്ടിക്കൽ പഠിപ്പിക്കാൻ പറ്റില്ല ഈ സാധനം. പ്രാക്ടിക്കലായിട്ട് ഇതിനെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇതിന് തിയറി പറയാൻ പറ്റും, പ്രാക്ടിക്കൽ അനുഭവിക്കാൻ മാത്രമാണ്. അത് മറ്റൊരാൾക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം വൈബ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വൈബ്രേഷൻ വെറും അനുഭവം മാത്രമാണ്. ഇറ്റ്സ് നോട്ട് ബി അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു സൗഖ്യം ഉണ്ടാവുന്നത്, ആ സൗഖ്യമാണ് യഥാർത്ഥത്തിൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ബോഡിയിൽ വരുന്ന എനർജറ്റിക് ആയി നിൽക്കുന്ന അവസ്ഥയൊന്നുമല്ല. ആ ഒരു സൗഖ്യത്തിന്റെ ആ ഒരു അളവുണ്ടല്ലോ, അത് എങ്ങനെയാ നമുക്ക് പറഞ്ഞു, ആ ഒരു സൗഖ്യം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ സാധനം നമ്മളിൽ വർക്ക് ചെയ്യും. ഇത് വർക്ക് ഇല്ലാത്തയാൾക്ക് ഇത് സംഭവിക്കില്ല. പക്ഷെ പലപ്പോഴും പറ്റാവുന്നത് വെച്ചാൽ ഈ സൗഖ്യത്തെ അറിയാൻ പോലും നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും സാധാരണക്കാരുടെ അവസ്ഥ. അപ്പൊ കുറച്ച് ലെവൽ നമ്മൾ പറഞ്ഞു, കുറച്ച് മുന്നോട്ട് ലെവൽ കൂടി വന്നാൽ മാത്രമേ ഇത് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം പബ്ലിക്കായിട്ട് നിങ്ങൾ ഓരോ ആൾ വെറുതെ എടുത്തിട്ട് ഉദാഹരണം പറയാം. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് പ്രാണാസ്റ്റോൺ തന്നിട്ടുണ്ട് എല്ലാവർക്കും. പ്രാണാസ്റ്റോൺ തന്നത് വൈബ്രേഷൻ ലെവൽ കൂട്ടാനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ മെഡിറ്റേഷനും വൈബ്രേഷൻ കൂട്ടുന്നതാണ്. അത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ വൈബ്രേഷൻ വല്ലാണ്ട് കൂടി, അതായത് ബോഡി മുഴുവൻ മെന്റലി വൈബ്രേഷൻ കൂടി ബോഡി തന്നെ വല്ലാണ്ട് വൈബ്രേറ്റ് ചെയ്യുന്ന അവസ്ഥ നിങ്ങളൊക്കെ അനുഭവിച്ചാണ്. കുറെ പേര് ദുബായ് പ്രോഗ്രാം അനുഭവിച്ചു, മറ്റു പ്രോഗ്രാമിലൊക്കെ അനുഭവിച്ചവരാണ്. അതവിടെ നിൽക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ വിചാരിച്ചത്, ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത് എന്തേ കിട്ടാത്തത്, അപ്പൊ ഇത് വർക്ക് ചെയ്തില്ലല്ലോ എന്ന് പറയുന്ന ഒരാളുടെ എന്തായിരിക്കും മാറിയിട്ടുണ്ടാവുക? എന്ത് സംഭവിച്ചിട്ടുണ്ടാവും അവിടെ? ഒന്നുകൂടി ഞാൻ പറയാം.
നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല വൈബ്രേഷൻ സംഭവിച്ചു, അതായത് നമ്മുടെ ബോഡി നമ്മൾ വൈബ്രേഷൻ ലെവലിലേക്ക് വന്നു, അത് ബോഡി വൈബ്രേറ്റ് ചെയ്തു, മനസ്സിൽ വൈബ്രേഷൻ സംഭവിച്ചു, വല്ലാത്ത ഫീലിങ്സ് നമുക്ക് വന്നു എന്ന് പറഞ്ഞ് ഹാപ്പി ആണെന്ന് ഫീൽ ചെയ്ത ഒരാൾ പിറ്റേ ദിവസം രാവിലെ പറയുകയാണ്, ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് ലഭിച്ചില്ലല്ലോ, അപ്പൊ എന്റെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അയാളുടെ എന്താണ് സംഭവിച്ചത്, അയാൾ എവിടെയാണ് മാറ്റം വന്നത് എന്ന് പറയാം. ഇത് ശരിക്കും ശ്രദ്ധിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യണം. ഇവിടെയാണ് ഇതാണ് യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാതിരിക്കാൻ കാരണമെന്ന് ഉറപ്പിക്കുക, കാരണമെന്ന് മനസ്സിലാക്കുക. അല്ല, വിശ്വാസം കുറയുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ എനർജി ലെവൽ പോവുകയല്ല ചെയ്യുന്നത്. അവർക്ക് സംഭവിക്കുന്നത് എന്താണ് ആക്ച്വലി എന്റെ അവസ്ഥ എന്ന് അറിയാത്തതാണ്. ആക്ച്വലി എന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഈസ് നോട്ട് റെക്കഗ്നൈസ് ടു ബി ദാറ്റ്. ഒരു സെക്കൻഡ്, എന്തോ കാര്യമായ ഒരു മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. ബാംഗ്ലൂരിലാണ്. ഓക്കെ അല്ല, എന്താന്ന് വെച്ചാല് നമ്മൾക്ക് ഇന്നലെ നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കേണ്ട വെച്ചാൽ, നിങ്ങൾക്ക് ഇന്നലെ നമ്മൾ ചെയ്യുമ്പോൾ അത് അനുഭവിച്ചു, ആ ഫീലിങ്സ് ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് അവിടെ സ്റ്റേ ആണെങ്കിൽ, നമ്മളുടെ പഴയ വിശ്വാസങ്ങളെ മാറ്റി അവിടെ പുതിയതായിട്ട് ഈ സാധനം കൊണ്ട് നിർത്തിയെങ്കിൽ പിറ്റേ ദിവസം ഈ ഡൗട്ട് ഉണ്ടാവില്ല. അതിന് താൽക്കാലികമായിട്ട്, ഇപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് ഒരാൾ ഒരു പായസം കുടിക്കുകയാണ്. പായസം കുടിക്കുമ്പോൾ നമ്മൾ കുറേ കുടിക്കാൻ പറ്റില്ല, കുറച്ച് കുടിക്കുമ്പോൾ നമുക്ക് മതിയാവും, നിർത്തും നമ്മൾ. പിറ്റേ ദിവസം വീണ്ടും പായസം കുടിക്കാൻ തോന്നിയാൽ ആ പായസത്തിന് ടേസ്റ്റ് നമ്മളിൽ ഉള്ളത് കൊണ്ടല്ലേ, ഇല്ലാതെ തോന്നില്ലല്ലോ. അതേപോലെ പിറ്റേ ദിവസം ഞാൻ പായസം കുടിച്ചില്ല, എന്തിനാ പായസം കുടിക്കുന്നത്, എനിക്ക് പായസം ഇഷ്ടമല്ല, എന്താ എനിക്ക് പായസം കിട്ടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ് ചോദിക്കാൻ, പായസം കുടിക്കാതെ കുറേ ആയല്ലോ ഞാൻ, എന്താ എനിക്ക് കുടിക്കാൻ കിട്ടാത്തതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അതിന്റെ അർത്ഥം ആ കുടിച്ച പായസം മറന്നുപോയി, അതിനെപ്പറ്റി നമ്മളിലേക്ക് അത് പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു സംഭവത്തെ നമ്മൾ എങ്ങനെയാണോ കൺസീവ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്. ഈ പറഞ്ഞത് മനസ്സിലായോ? കുറച്ച് വളഞ്ഞാണെങ്കിൽ സംഭവം പിടികിട്ടിയോ? ഇതിങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. അതായത് ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സംഭവം അനുഭവിച്ചാൽ ആ സംഭവം അനുഭവിച്ചതായിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തിടത്തോളം കാലം അടുത്ത സാധനം വരുമ്പോൾ നിങ്ങൾക്ക് ഓർക്കില്ല, അല്ലെങ്കിൽ അടുത്ത സാധനം വരുമ്പോൾ ഇതിങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇതാണ് ഇതിന്റെ യഥാർത്ഥമായ വിഷയത്തോടെ മുൻകൂറായി ഞാൻ പറഞ്ഞത്, ഇത് അനുഭവിക്കേണ്ട സാധനം പറഞ്ഞാൽ പിടികിട്ടില്ലാത്ത സാധനമെന്ന്. അപ്പൊ ഞാൻ ഇതിനെ മറ്റൊരു രൂപത്തിൽ എളുപ്പമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണ് ഇതിന്, എങ്ങനെയാണ് വൈബ്രേഷൻ ലെവൽ കൂട്ടുക എന്നത് പറഞ്ഞു തരാം. അപ്പോഴേക്കും ഈ വൈബ്രേഷൻ ലെവൽ കൂട്ടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം, നിങ്ങൾ ഒരിക്കലും, ഞാൻ ഇതിനെപ്പറ്റി മറ്റൊരു ക്ലാസ് ഇനി എടുക്കാനുണ്ട്. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ വൈബ്രേഷൻ, ഇതും അതുമായിട്ട് ബന്ധമില്ല. ഞാൻ പറയുന്ന ഒറിജിനൽ വൈബ്രേഷൻ ലെവലും ഈ വൈബ്രേഷൻ തമ്മിൽ ബന്ധമില്ല, അത് രണ്ടാണെന്ന് ഇപ്പൊ തന്നെ പറയണു. അതിനെ പറ്റിയിട്ട് ഞാൻ മറ്റൊരു ക്ലാസ് എടുക്കാം, ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം എന്താണ് ഈ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ വൈബ്രേഷൻ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുതരാം, അതിന്റെ അർത്ഥം എന്താണ്. പക്ഷെ ഇവിടെ പറയുന്നത് ഇന്റേണൽ ആയിട്ടുള്ള നമ്മുടെ എനർജി ലെവലിനെ കൂട്ടുന്ന അവസ്ഥയ്ക്കാണ്. നിങ്ങൾ ജേർണി ടു ഹാപ്പിനെസ് പഠിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനർജി, നമ്മുടെ വ്യത്യസ്തമായ എനർജിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് 20 മുതൽ 1000 വരെയുള്ള എനർജി ലെവലിനെ പറ്റി നമ്മൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ലോ എനർജി 250 താഴെയുള്ള ലോ എനർജിയും 250 മുതൽ 500 വരെയുള്ള മീഡിയം എനർജിയും 500 മുകളിലുള്ള ഹയർ എനർജി എന്ന് പറയുന്ന, ഹയർ എനർജി സൂപ്പർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ദൈവിക ചിന്തയിലേക്ക് പോകുന്ന എനർജിയും, 550നും 250നും ഇടയിലുള്ള നോർമൽ ആയിട്ടുള്ള നമ്മൾ സാധാരണക്കാരൻ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത് ഇവർക്കാണ്. ഈ 500നും 250നും 500നും ഇടയിലുള്ള ആൾക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യും, മറ്റുള്ളവർക്ക് വർക്ക് ചെയ്യില്ല. കാരണം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എനർജി ലെവൽ വളരെ കുറവായിരിക്കും. അതായത് മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം വെച്ചാൽ, എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും നല്ല കാര്യത്തിനെ അല്ലാതെ മോശം കാര്യത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടാവോ? നമ്മൾ എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യുന്ന നല്ല കാര്യത്തിനാണ്. എന്താണ് നല്ല കാര്യം എന്ന് പറഞ്ഞാൽ? നല്ല കാര്യം എന്ന് എന്റെ നല്ല കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ ഉള്ള എനർജിയിനേക്കാളും മുകളിലുള്ള ഒരു സാധനത്തെയല്ലേ എന്റെ നല്ല കാര്യം. ഇതൊന്ന് മനസ്സിലാക്കണേ. അതായത് എനിക്കിപ്പോ ഒരു മാസം 5 ലക്ഷം രൂപ ശമ്പളം ഉണ്ട് എന്ന് കരുതിക്കോ. ഇതാണ് എന്റെ നിലവിലുള്ള അവസ്ഥ. അതായത് എന്റെ നിലവിലുള്ള എനർജി എന്ന് പറയുന്നത് ഈ 5 ലക്ഷത്തിന്റെ എനർജിയാണ് എൻ്റെ ഉള്ളത്. ഇതിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാണ്.
4 ലക്ഷം ശമ്പളം ഞാൻ മാനിഫെസ്റ്റ് ചെയ്യില്ലല്ലോ ഒരിക്കലും. സാധാരണ ഒരു ഇഡിയറ്റും ചെയ്യില്ല. ഞാൻ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, ഒരു സാധാരണ ചെയ്യില്ല. എല്ലാവരും ചെയ്യുന്നത് എന്താണ്? 6 ലക്ഷത്തിനും 8 ലക്ഷത്തിനും 10 ലക്ഷത്തിനായിരിക്കുമല്ലോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതാണല്ലോ എന്റെ നല്ല കാര്യം, അതാണല്ലോ എന്റെ മാനിഫെസ്റ്റേഷൻ. അങ്ങനെയാണെങ്കിൽ അതായത് എന്റെ നിലവിലുള്ള ഈ 5 ലക്ഷത്തിന്റെ ഫ്രീക്വൻസിയിൽ നിന്നും ഞാൻ 8 ലക്ഷത്തിന്റെ ഫ്രീക്വൻസിയിൽ പോകണമെന്നല്ലേ അതിന്റെ മറ്റൊരർത്ഥം. ഈ ഫ്രീക്വൻസി പോകണമെങ്കിൽ ഞാൻ എന്തൊക്കെ പാലിക്കണമെന്നതാണ് വിഷയം. എന്തൊക്കെ പാലിച്ചാൽ എനിക്ക് അവിടെ പോകാം? ഇപ്പോഴുള്ള അവസ്ഥ പാലിച്ച് എനിക്ക് അവിടെ എത്താൻ പറ്റില്ലല്ലോ. മറ്റൊരവസ്ഥ ഞാൻ സംജാതമാക്കണം. അവിടെയാണ് നമ്മളെ വൈബ്രേഷൻ നില ഉയർത്തുകയും മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുകയും ചെയ്യും എന്ന് പറയുന്നത്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഇപ്പോഴുള്ള അവസ്ഥയെ നമ്മൾ ഉയർത്തുമ്പോഴാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുക എന്ന് പറയേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റപ്പെടുത്തണം. അതാണല്ലോ ലളിതമായി പറയുന്നത്. നിലവിലുള്ള അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ പറ്റുമോ? പറ്റില്ല, മാറ്റപ്പെടുത്തണം. അപ്പൊ എങ്ങോട്ട് മാറ്റപ്പെടുത്തണം? അടുത്ത ഹയറിലേക്ക് പോകണം. ഇപ്പൊ നിലവിൽ ഉദാഹരണത്തിന് ഞാനിപ്പോ രാവിലെ ഒരു ഉദാഹരണം പറയാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് ബാക്കി പരിപാടി 5 മണിക്ക് എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്നു, മറ്റതൊക്കെ ചെയ്യുന്നു, ഒക്കെ ചെയ്തിട്ടാണ് ഞാനിപ്പോ 5 ലക്ഷത്തിന്റെ വൈബ്രേഷൻ ലെവൽ നിലനിർത്തുന്നതെങ്കിൽ ഞാൻ 6 ലക്ഷത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ ആക്ഷൻ കുറച്ചും കൂടി നേരത്തെ എഴുന്നേറ്റ് കുറച്ചും കൂടി ആക്ഷൻ കൂട്ടണം. ഇത് സ്വാഭാവികമായിട്ട് കാര്യം. വെറുതെ ഇരുന്ന് ഒന്നും കിട്ടുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. നമ്മളിവിടെ പഠിപ്പിക്കുന്നത് കണ്ണടച്ചിരിക്കൂ എന്ന് പറയുന്നത് അത് വേറെ സംഭവമാണ്. കണ്ണടച്ചിരിക്കുമ്പോഴും ഞാൻ പറയുന്നുണ്ട്, കണ്ണടച്ചിരിക്കുമ്പോഴും നമ്മൾ എത്ര നേരം കൂടുതൽ ഇരിക്കുന്നു അത്രയും എനർജി കൂടും എന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം കണ്ണടച്ച് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും വെറുതെ ഇരിക്കുകയല്ല, അതാണ് ശരിക്കും വർക്ക് നടക്കുന്നത്. അതുപോലെ ഇപ്പൊ 5 മണിക്ക് എഴുന്നേക്കുന്നു, 4:30 മണിക്ക് എഴുന്നേറ്റ് അരമണിക്കൂർ വെറുതെ ഇരുന്നാലും മതി. വെറുതെ ഇരിക്കാന്ന് വെച്ചാൽ ഈ കണ്ണടച്ചിരുന്നാൽ മതി. അപ്പൊ വൈബ്രേഷൻ ലെവൽ കൂടും. അപ്പൊ വൈബ്രേഷൻ കൂട്ടാനുള്ള തത്വങ്ങളെ ശരിക്കും മനസ്സിലാക്കണം. ഒന്നാമതായി വൈബ്രേഷൻ കൂട്ടാൻ ഞാൻ പറയാം. ഒന്നാമതായി വൈബ്രേഷൻ കൂട്ടാൻ ചെയ്യേണ്ടത്, നിലവിൽ 5 ലക്ഷം രൂപ കിട്ടുന്നവൻ 6 ലക്ഷം വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവൻ പറയുന്ന ആദ്യത്തെ വാക്ക് എന്തായിരിക്കും? നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്യാവോ? അതായത് നിലവിൽ 5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നത്, 5 ലക്ഷം എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തറ്റിക്കൽ ഞാൻ പറഞ്ഞതാണ്. അവൻ 6 ലക്ഷത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നിലവിലെ അവസ്ഥയെ പറ്റി പറയുന്നത് എന്താണ്? ഇത് വളരെ റിലവന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ പിന്നെ ഇതൊക്കെ ഇവിടെ ഇരുന്നിട്ട് പറയും. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ ക്ലാസ്സിൽ വരുമ്പോൾ പഴയത് ഞാൻ പഠിപ്പിച്ച എല്ലാം മായ്ച്ചു കളയണം. പണ്ടത്തെ നിങ്ങളുമായിട്ട് വന്നാൽ മതി. ഇപ്പോഴത്തെ നിങ്ങളായിട്ട് ഇവിടെ വന്നാൽ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു കളയും. ഞാൻ ചോദ്യം ചോദിച്ച് ഞാൻ പറഞ്ഞാവും ഞാൻ സമ്പന്നനാണ്, എന്നിട്ടാണ് സമ്പന്നനാണെന്ന് പറഞ്ഞിട്ട് 5 ലക്ഷം ശമ്പളം കിട്ടുന്നവൻ 6 ലക്ഷത്തിന് പറയണത്. ഇതൊക്കെ ഇവിടെ ക്ലാസ്സിൽ വന്ന് അങ്ങനെ യാഥാർത്ഥ്യത്തിൽ പറ്റേ ഒന്നിനും തികയുന്നില്ല. 5 ലക്ഷത്തിന് കിട്ടിയ ഒന്നിനും തികയുന്നില്ല. കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇല്ലായ്മയെ പറയുള്ളൂ, തികയില്ല. ഇതല്ലേ യാഥാർത്ഥ്യം, അല്ലേ? തികയില്ലാന്നേ പറയുള്ളൂ. ഇപ്പോൾ എനിക്ക് സാലറി കുറവാണ്, അയ്യോ ഇതൊന്നും തികയുന്നില്ല, ബാക്കിയുള്ള ടൈപ്പ് ചെയ്യുന്നില്ല. ബോധപൂർവ്വം ഇരിക്കുകയാണ് കുറെ ആൾക്കാർ ഒരു ആക്ഷൻ എടുക്കാതെ. നിങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം ടൈപ്പ് ചെയ്തപ്പോ ബാക്കിയുള്ള ആള് ഇതെല്ലാം ഉണ്ടായിട്ട് മിണ്ടാതിരിക്കുകയാണ്. കാരണം എന്താ അറിയോ? പണി വാളെന്ന് അറിഞ്ഞിട്ട്. ഇത് ഞാൻ ചോദിച്ചത് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം, പക്ഷെങ്കിൽ പറഞ്ഞാൽ സാറ് പിടിക്കും എന്നെ എന്നുള്ളത് കൊണ്ടല്ലേ ഇത് മനസ്സിലാക്കണം. അപ്പോ അവിടെ തന്നെ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ, വൈബ്രേഷൻ കൂടുവോ കുറയോ? അപ്പൊ 5 ലക്ഷത്തിന് 5 ലക്ഷമുള്ളവൻ ഒന്നും തികയുന്നില്ല, എനിക്ക് കുറച്ചും കൂടി വേണം, അയ്യോ പോരപ്പ ഈ മാസം ഒന്നിനും തികഞ്ഞില്ല, കുറച്ചും കൂടി കിട്ടിയെന്ന് അടുത്ത ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ നക്കാം. ഈ ചിന്ത നമ്മളെ എങ്ങോട്ട് എത്തിക്കും നമ്മുടെ ആ ചിന്ത, അല്ലേ? അപ്പൊ അടുത്ത് സംഭവിക്കുന്നത് എന്താണ്? അടുത്ത സംഭവിക്കുന്നത് ആ ജോലി അങ്ങ് പോയി കിട്ടും. റിയലായിട്ടും നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ ആ ജോലിയെ നമ്മളെ ഇത്. അപ്പൊ ആദ്യം എന്തായിരിക്കും വേണ്ടത്? അതിന് പകരം നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ആ വാക്കൊന്ന് എഴുതി വെച്ചോളൂ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇത് കൂട്ടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണ്? ഇത് ഞാൻ പറഞ്ഞു തരണോ നിങ്ങൾക്ക്? വലിയ ഗ്രാറ്റിറ്റ്യൂഡ്.
ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക മാത്രമാണ് ഏക പോംവഴി. നന്ദി, നന്ദി, നന്ദി. എത്ര പേർക്ക് പറ്റും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സംഭവം? എത്ര പേർക്ക് പറ്റും? എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എത്ര പേർക്ക് പറ്റും? നിങ്ങൾ യൂട്യൂബ് കാണുന്നവരൊന്ന് കമന്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ എത്രത്തോളം നല്ല ഇതാണ്, നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പൊ നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, ഹാപ്പിനെസ് മാസ്റ്ററിയിൽ വന്നതിന് ശേഷം നിങ്ങൾ നമ്മളെ വീഡിയോന്റെ താഴെ അങ്ങ് നോക്കിയാൽ മതി, കമന്റിൽ നോക്കിയാൽ മതി, ആൾക്കാരുടെ ചേഞ്ചസ് മനസ്സിലാവുന്ന അവിടെ കാണാൻ പറ്റും. എത്ര പേരാണ് ഒറ്റ വാക്ക് പിടിച്ച് നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കാം. വേറെ ഒരു ചാനലിൽ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ പറ്റില്ല. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയ നല്ലൊരു ദിവസം എല്ലാവർക്കും. അത് എത്രത്തോളം റീചാർജ് ചെയ്യപ്പെടുന്നു, റീചാർജ് ആവുന്നു ആലോചിക്കുക. അത് കമന്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന എത്ര പേരുണ്ട് അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ്. എത്ര എത്ര നന്ദികളാണ് നമ്മുടെ ആ വീഡിയോന്റെ താഴെ പോയി നോക്കിയാൽ എത്ര പേരാണ് നന്ദി. ഇതുവരെ ജീവിതത്തിൽ നന്ദി പറയാൻ അറിയാത്ത ആൾക്കാർ എത്ര പേര് പ്രാക്ടീസ് ചെയ്തു ഇപ്പൊ അത് ഗ്രാറ്റിറ്റ്യൂഡ്. ആ മാറ്റം അവരുടെ ജീവിതത്തിലല്ലേ? എനിക്ക് ലോട്ടറി അടിച്ചു സാറേ എന്ന് പറയുമ്പോൾ ആ താങ്ക് യു എന്ന് മുമ്പേ നിങ്ങൾക്കൊരു പണ്ട് നിങ്ങളോട് ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. പണ്ട് നിങ്ങളോട് ഒരാൾ പറയണം എനിക്ക് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ചിന്തയിൽ എന്താ വരുന്നത്? ഇവർക്കും അടിച്ചല്ലേ, ഷോ എനിക്കെന്നാണോ അടിക്കുന്നത്. പക്ഷെ ഇപ്പോഴോ ഇപ്പൊ നേരെ വാവ് താങ്ക് യു എന്ന് പറയുന്ന അവസ്ഥയിൽ വന്നില്ലേ? ഈ സംഭവം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ഞാൻ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പറയണം, നിങ്ങൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ എടുക്കേണ്ട പ്രാർത്ഥനയാണ് എല്ലാത്തിനും നന്ദി പറയാൻ നിൽക്കുക. നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങളുടെ പല്ല് ഇങ്ങോട്ട് അല്ല, പല്ല് ഇങ്ങനെ പൊളിഞ്ഞ് കാണിക്കാൻ പറ്റില്ലേ, മുഖം ഇങ്ങനെ കോടിയിട്ട് അല്ലെങ്കിൽ താങ്ക് യു പറഞ്ഞോളൂ. കാരണം എന്താ അറിയോ, അതിൽ വലിയൊരു കാര്യമുണ്ട്. നിങ്ങൾ ആ മുഖം ഇങ്ങനെ കോടി നിൽക്കുന്നതുകൊണ്ട് നിങ്ങളെ 10 പേര് ശ്രദ്ധിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കില്ല. അതിന് പ്രത്യേക നന്ദി പറയണം അല്ലേ? എന്റെ മുഖം എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത്ര കാലം നടന്നുണ്ട് ഇനി പറയാം, എന്റെ മുഖം ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ട്. എന്തിനാണ് അന്ന 10 പേര് നോക്കുന്നു എന്നുള്ള വിഷയം. ഇത് ഞാൻ ലളിതമായി പറഞ്ഞാണ്, ഇത് വൈബ്രേഷൻ ലെവലിന്റെ ഫസ്റ്റ് തിങ്സ് ആണ്. മുറുക്കാതിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾ വൈബ്രേഷൻ കൂട്ടണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്. എന്തിനാ എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയും? എന്തിനൊക്കെ പറയാൻ പറ്റും? എല്ലാത്തിനും പറയാൻ പറ്റും. അപ്പൊ കുറഞ്ഞത് ദിവസം ഒരു 5 കാര്യങ്ങൾക്കെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ശ്രമിക്കുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എല്ലാത്തിനും, കണ്ടതിനും പോയതിനും വന്നതിനോടൊക്കെ നന്ദി പറയും. മനസ്സിൽ നന്ദി ചിലപ്പോൾ നിങ്ങൾ പറയണമെന്ന് വാക്കുകൊണ്ട് പറയണം എന്നല്ല ഉദ്ദേശിച്ചത്, മനസ്സിലുണ്ടാവും. എല്ലാത്തിനും മനസ്സിലുണ്ടാവണം. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ചോ, ഇന്നിപ്പോ ഞാൻ ക്ലാസ് എടുത്ത് ആകെ 40 പേര് മാത്രമേ ഉള്ളൂ, എന്താ ഇങ്ങനെ, ഇവർക്കൊന്നും മാറ്റമൊന്നും വേണ്ടേ, ഞാൻ ഇത്രയും പറഞ്ഞു കൊടുക്കാൻ എന്നാണോ ഞാൻ ചിന്തിക്കേണ്ടത്? 40 പേരുണ്ട് ഇപ്പോൾ ഈ സമയത്ത്. എത്ര മണി? 11 മണിയായി നാട്ടിലെ. 40 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ ഹൗ മച്ച് ഗ്രേറ്റ്ഫുൾ സാർ. ഞാൻ നിങ്ങൾ 40 പേര് ഇവിടെ ഇല്ലെങ്കിൽ എന്റെ സംസാരം എങ്ങനെയായിരിക്കും? നമ്മൾക്ക് ഒരു കാര്യം പറയാം, അങ്ങനെ ആവില്ലേ ഞാൻ അല്ലേ? നിങ്ങൾ എത്ര പേര് എന്റെ മുമ്പിലേക്ക് അതിനനുസരിച്ചല്ലേ എന്റെ സംസാരമൊക്കെ മാറുക. അപ്പൊ ഞാൻ എന്റെ സംസാരം, എന്റെ ആറ്റിറ്റ്യൂഡ് മാറണം. ഞാൻ നന്ദി പറയണ്ടേ നിങ്ങളോട്? നിങ്ങൾ ഇത്രയും സമയം ഇവിടെ കയറി നിൽക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒരു കാര്യം പറയാം, ഞാൻ ഈ ക്ലാസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ കിടന്നുറങ്ങിയിട്ട് ഇത് നാളെ രാവിലെ കാണാം. നിങ്ങൾക്കറിയാം രാവിലെ യൂട്യൂബിൽ വരുമെന്ന്. എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇരിക്കണേ ഇവിടെ? അപ്പൊ ഞാൻ ആരോട് ഞാനിപ്പോ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ആരോടാ? നിങ്ങളോടാണ്. നിങ്ങൾ ആരോടാ നന്ദി പറയണ്ടേ? ഈ സമയത്തായാലും സാറ് ഇങ്ങനത്തെ ക്ലാസ് നമുക്ക് തരുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ 2 പേർക്ക് നന്ദി നിറഞ്ഞില്ലേ? അപ്പൊ 2 പേരുടെ എന്ത് കൂടി ഒന്ന് പറഞ്ഞു നോക്കി. എന്ത് കൂടി? നമ്മുടെ 2 പേരുടെയും എന്ത് കൂടി? സ്നേഹം കൂടി എന്ന് പറയൂ, ഇഷ്ടം കൂടി എന്ന് പറയൂ. എന്താ കൂടിയത് ആക്ച്വലി? നമ്മുടെ എന്താ കൂടിയത്? നമ്മുടെ വൈബ്രേഷൻ കൂടി, നമ്മുടെ എനർജി കൂടി. അതുകൊണ്ടല്ലേ ഇപ്പൊ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ സമയത്ത് വേറെ എന്തെങ്കിലും നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഉറങ്ങൂലേ? ഞാനിപ്പോ ഇങ്ങനെയല്ല ഇവിടുന്ന് സംസാരിക്കുന്നത്. ഞാൻ കടകടകടകടകടാന്ന് പറഞ്ഞ് ഇങ്ങനെ പോയാൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാ? ഇങ്ങനെ ആവുമോ? ഇല്ലേ? ആവും, സ്വാഭാവികമായിട്ടാവും. അപ്പൊ നമ്മൾ എനർജി കൂട്ടണം. അതിന്റെ അർത്ഥം നിങ്ങൾ ഇത് ഫീൽ ചെയ്തു നോക്കും. ഞാൻ പറയുന്നത് എനർജി കൂട്ടണം. നമ്മൾ എൻഗേജ് ആയി സന്തോഷപൂർവ്വം, സ്നേഹപൂർവ്വം, നന്ദിയോടുകൂടി എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എനർജി കൂടുള്ളൂ. ഇതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിൽക്കുന്ന സ്ഥലത്ത് അപ്പോൾ ജീവിച്ചാൽ അതിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അതിൽ വൈബ്രേഷൻ കൂട്ടാൻ പറ്റുമോ? അവിടെ ഇത് വളരെ ശ്രദ്ധ. അതായത് നമ്മൾ ശുദ്ധതയോടുകൂടി, സത്യസന്ധമായി, അവധാനതയോടുകൂടി, ആ വാക്ക് അങ്ങനെ ഉപയോഗിക്കാം. ആ വാക്ക് അവധാനത എന്ന് പറയുന്ന വാക്ക്, അവധാനത
എന്ന് പറയുന്ന വാക്ക് ബോധപൂർവം നമ്മൾ ശ്രദ്ധാപൂർവം ആ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന അവസ്ഥക്കാണ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ നല്ല ഇതുണ്ടാവില്ല. ഇത് ശുദ്ധമായ സ്വഭാവം എന്ന് പറയുന്നതിന്, ശുദ്ധമായ സ്വഭാവത്തോടു കൂടി നമ്മൾ നിൽക്കുമ്പോൾ എനർജി ഓട്ടോമാറ്റിക് കൂടും. അതുകൊണ്ടാണ് 550 ഫ്രീ ലെവലിൽ എത്തുമ്പോൾ അവർ വിളിക്കുന്ന പേര്, അവർക്ക് ഒരവസ്ഥയുണ്ടാവും, അൺകണ്ടീഷൻ ലവ് ആയിരിക്കും. അവർക്ക് ആരോടും എന്തിനോടും ഒരു കണ്ടീഷൻസും ഇല്ല, അൺകണ്ടീഷൻ ആണ്. ഇത് എനർജിയുടെ ലെവൽ മാറി 550 എത്തുമ്പോൾ അൺകണ്ടീഷൻ ലവ് ഉള്ള ഒരാൾക്ക് പിന്നെ മാനിഫെസ്റ്റേഷൻ ഇല്ല. കാരണം എന്താ അറിയോ, മാനിഫെസ്റ്റേഷൻ ആവശ്യം വരില്ല. എവിടെ പോയാലും അയാൾ, നമ്മൾ എന്തിനാ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ കാര്യങ്ങൾ നേടാനാണ് അല്ലേ? അൺകണ്ടീഷൻ ലവ് ഉള്ള ഒരാൾക്ക് പിന്നെ എവിടെ പോയാലും കാര്യങ്ങൾ നേടാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക് സംഭവിക്കൂലേ? ആ ലെവലിലേക്ക് എത്തിയാൽ മാത്രം മതി നമ്മൾ. ഇത് ഓരോ സ്റ്റെപ്പായിട്ട്, അതിനു മുമ്പ് നമുക്ക് സ്റ്റെപ്പായിട്ട് കയറണം. അതിനു മുമ്പ് നമ്മളെ എന്താണ്, നമ്മളിൽ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ ഇത് തടഞ്ഞു നിർത്തുന്നത്. കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ, ഒന്ന് പറയാവോ? ജേണി ടു ഹാപ്പിനെസ് പഠിപ്പിക്കുന്ന 10 സാധനങ്ങൾ ഉണ്ടല്ലോ നമ്മൾ തടഞ്ഞു നിർത്തുന്നത്. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഇപ്പൊ ഓർമ്മയില്ല, അത് മറന്നുപോയിട്ടുണ്ടാവും അല്ലെ? എനിക്ക് ഓർമ്മയുണ്ടല്ലേ? ഇപ്പൊ മറന്നുണ്ടോ? ഇമ്പ്യൂരിറ്റീസ് ഏതൊക്കെ വെച്ചാൽ അതൊക്കെ മറന്നു, നമുക്ക് ഇല്ലല്ലോ, പോയി അല്ലേ? അസൂയ എനിക്കില്ല. കുശുമ്പ് ഞാനില്ലേ ഇല്ല. കുറ്റബോധം അതൊക്കെ പണ്ടേ പോയി സാറ്. അപകർഷതാബോധം അങ്ങനൊന്നും ഇല്ല. സങ്കടം, നിരാശ, കുറ്റബോധം, ഇതൊക്കെ ലോ എനർജിയാണ്. ഇതില്ലാതാകുമ്പോൾ എന്തായി സംഭവിക്കുമ്പോൾ, ഇതില്ലാതാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഹൈ എനർജി ആയിട്ട് മാറി എന്നുള്ള 10 മാലിന്യം. അപ്പൊ ശുദ്ധമായ സ്വഭാവം എന്ന് പറയുന്നത് ഈ സാധനം ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നതാണ്. അത് താഴോട്ട് കൊണ്ടുവന്ന വൈബ്രേഷനും ഇതില്ല എന്ന് പറയുമ്പോൾ മുകളിലോട്ട് നീങ്ങുന്നത്. അപ്പൊ നമുക്ക് ആപ്പ് 1 മണിക്കൂർ കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്ത നമ്മുടെ അവസ്ഥ എന്താണ്? എന്റെ ആപ്പ് മാത്രം വർക്ക് ചെയ്യുന്നില്ല, എന്റെ ഫോൺ മാത്രം വർക്ക് ചെയ്യുന്നില്ല, എന്താ സംഭവിച്ചത്, എന്ത് പറ്റിയെന്തോ, എന്റെ ഫോണിന് മാത്രം ആകെ സാറേ എന്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. എന്റെ ഏത് ഫീലിങ്സാ? ഏതാണ് സുധാകുമാരിയും ആ ഫീലിങ്സ്? ഇങ്ങനത്തെ ഒരു പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല അല്ലേ എന്നോട് പറഞ്ഞപ്പോ? ഇതാണ് സാറിനോട് പറഞ്ഞല്ല വിഷയം, പബ്ലിക് പറഞ്ഞു തിരിച്ച്. നിരാശ കിട്ടുന്നില്ല. നിരാശ ഇല്ലാത്ത ഒരാളാണ് എന്ത് ചെയ്യും? ഇപ്പൊ കിട്ടുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ കിട്ടും. അവിടെ തീർന്നു. ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് അവിടെയാണ്. ഇതറിയാതെ വന്നു പോകുന്നതാണ്. ഈ സാധനം അകത്തില്ല, കംപ്ലീറ്റ് മാറിയുമ്പോഴും ഇടയ്ക്കൊന്ന് കയറി വരും. അത് ശ്രദ്ധിക്കണം. അപ്പോ ഇത് വളരെ കൃത്യമായി ഫോളോ ചെയ്യുന്ന കാര്യമാണ്. ഇനി നിങ്ങൾ വൈബ്രേഷൻ കൂട്ടാനുള്ള മറ്റൊരു കാര്യം, നമ്മളിൽ ഒരു സാധനം കെട്ടിക്കിടക്കുന്നുണ്ടാവും അല്ലെ? ഈ സാധനം മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ടാവില്ലേ? ഈ സാധനം ഞാൻ പറഞ്ഞില്ലേ, കുപ്പിയിലെ കഥയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഒരു കുപ്പിക്കകത്ത് കുറേ വർഷങ്ങളായിട്ട് കെട്ടി നിൽക്കുന്ന വെള്ളം ഒരു സുപ്രഭാതത്തിൽ എടുത്തു കളയാൻ പറ്റുമോ? പതുക്കെ വേണം കൊണ്ടുവരാനായിട്ട്. ഈ പതുക്കെ കൊണ്ടുവരാനായിട്ട് ഇല്ലേ, ഞാൻ ഉദാഹരണം മാത്രം ഞാനിപ്പോ സംസാരിക്കുമ്പോൾ ഉദാഹരണങ്ങൾ മാത്രമായിട്ട് എടുക്കുന്നു കേട്ടോ. നിങ്ങൾ ആരും പേഴ്സണലായിട്ട് എടുക്കേണ്ടതിനൊന്നും. പേഴ്സണലായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം നിങ്ങൾ മറ്റൊരു സാധനം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് വരും കേട്ടോ. അതുകൊണ്ട് ഇതൊന്നും ഒരു പേഴ്സണലൈസ് അല്ല, ഇതെല്ലാം ജനറൽ ടോക്സ് മാത്രമാണ് കേട്ടോ. അതൊന്നും പേഴ്സണലായിട്ട് എടുക്കരുത്. അപ്പോ ഇതെല്ലാം ഞാനിങ്ങനെ സൂചി എടുത്തിട്ട് ഇടയ്ക്ക് കുത്തി നോക്കും, അവിടെ ഉണ്ടോ എന്ന് കുത്തി നോക്കും. അതിൽ വീണ് പോകരുത്, ശ്രദ്ധിക്കണം ക്ലാസ് എടുക്കുമ്പോൾ. അപ്പോ വളരെ കൃത്യമായി നിൽക്കണം. അത് ആർക്കാണ് കുത്തുകൊള്ളുക എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അതിങ്ങനെ പോകുന്ന വഴിക്കാരെ കിട്ടുമ്പോൾ തട്ട് വെക്കാം അല്ലേ? സ്കൂളിൽ പണ്ട് ക്ലാസ് പഠിപ്പിക്കുമ്പോൾ മാഷ് വെറുതെ ഇരിക്കുമ്പോൾ ചോക്കെടുത്ത് എറിഞ്ഞിട്ടില്ല, ഇത് എന്തിനാണ് എറിയാന്നൊന്നും അറിയാം, വെറുതെ ഏറെ കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ കിട്ടല് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോ ശുദ്ധമായ സ്വഭാവം നമുക്ക് എപ്പോഴും ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, ഈ കുപ്പിയിലെ വെള്ളം ക്ലീൻ ആക്കണം. പുതിയ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഒഴിച്ചൊഴിച്ച് കൊടുക്കണം. അപ്പൊ ഡെയിലി പ്രാക്ടീസ് എന്താണ്? മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെ കണക്ട് വിത്ത് നേച്ചർ ഇതൊക്കെ ഞാൻ ജേണി ടു ഹാപ്പിനെസ് പഠിപ്പിച്ച കാര്യം കേട്ടോ. മെഡിറ്റേഷൻ കൃത്യമായി ഫോളോ ചെയ്യണം. ഒരു ദിവസം മെഡിറ്റേഷനിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഈ വൈബ്രേഷൻ അപ്പാവുന്നത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റത് അപ്പാവുന്നുണ്ടാവും, അത് വാസ്റ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ഗ്രാറ്റിറ്റ്യൂഡ് നൽകുന്നതിൻ്റെയൊക്കെ ആ ഫീലിങ്സ് അറിയണമെങ്കിൽ മെഡിറ്റേഷനിലൂടെ കൊണ്ടുവരും. മെഡിറ്റേഷനിലൂടെ എങ്ങനെയാണ്? മെഡിറ്റേഷൻ കണ്ണടച്ചിരുന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ഇതിങ്ങനെ അപ്പാവുന്നതായിട്ട് ഫീൽ ചെയ്യണം. അപ്പാവുന്നതായിട്ട് നിങ്ങൾ ഓരോ ബ്രീത്ത് എടുക്കുമ്പോഴും അങ്ങനെയുള്ള വരുന്നുണ്ട്, നമുക്ക് ആ മെഡിറ്റേഷൻ വരുന്നുണ്ട്. വൈബ്രേഷൻ അപ്പ് ചെയ്യുന്ന മെഡിറ്റേഷൻ വരുന്നുണ്ട്. അതായത് നമ്മൾ ഫീൽ ചെയ്യും ഓരോ ബ്രീത്ത് എടുക്കുമ്പോഴും ഇത്ര പോയിന്റ് വെച്ചിട്ട് നമ്മുടെ വൈബ്രേഷൻ കൂടുന്നു എന്നുള്ള അങ്ങനെ കൂട്ടിയെടുക്കാൻ നമുക്ക് പറ്റും. അപ്പൊ അതൊന്നും വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. രണ്ടാമത്തെ കാര്യമാണ് കണക്ട് വിത്ത് നേച്ചർ. പച്ചപ്പിലയോട്ട് ചേർന്ന് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ, മനുഷ്യൻ എന്ന് പറയുന്നില്ല, ഒരു ജീവിയുടെ അടിസ്ഥാനപരമായ കാര്യമാണ്.
അത് ഇല്ലാതിരുന്നാൽ ഇത് ഓട്ടോമാറ്റിക് നമ്മളിൽ നിന്ന് പോകും. കാരണം മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ തന്നെയും അവനെ ഉണ്ടാക്കിയത് ശരിക്കും മണിമാളികളിൽ പോയി കിടന്നുറങ്ങാനല്ല, പ്രകൃതിയിൽ ജീവിക്കാനായിട്ടാണ്. നമ്മൾ പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ പുതിയ ന്യൂജൻ പിള്ളേരൊക്കെ വളരെയധികം സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ അനുഭവിക്കുന്നതിന് പ്രധാന കാരണം. പ്രത്യേകിച്ച് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കുറെ റിസർച്ചുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അവരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം, എന്തുകൊണ്ട് അവർക്ക് ഇത്രയും മാനസികമായ പ്രശ്നം ഉണ്ടാവുന്ന വെച്ചാൽ ഏറ്റവും എളുപ്പം അവരാരും നാച്ചുറുമായിട്ട് കണക്ട് ആവുന്നില്ല. ആർട്ടിഫിഷ്യലിലാണ് അവരെ കണക്ടിവിറ്റി. പാർക്കിൽ പോവില്ല, അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ഇപ്പൊ ഫ്ലാറ്റിൽ ജീവിക്കുന്നവരാണ്. കുട്ടികൾ ഒന്ന് നാട്ടിലെ തെയ്യത്തിന് പോകാൻ പറഞ്ഞാൽ അവർ പോവില്ല, ഒരു ഉത്സവത്തിന് പോകാൻ പറഞ്ഞാൽ അവർ പോവില്ല, ഒരു പാർക്കിൽ പോകാൻ പറഞ്ഞാൽ അവർ പോവില്ല. അവർ കമ്പ്യൂട്ടർ ഗെയിംസും കളിച്ചിരിക്കും. ഇത് നമ്മുടെ ബ്രെയിനെ കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ആവും. കാരണം നമ്മുടെ ന്യൂറോൺസ്, നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരുന്നത് പ്രകൃതിയുമായി കണക്ട് ചെയ്ത് നിൽക്കാനാണ്. അങ്ങനെയാണ് ആ മനുഷ്യ ഒരു ജീവിയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് ചെയ്യാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായി കണക്ട് ചെയ്ത് കിടക്കും. കാരണം ഈ എനർജി കിടക്കുന്ന എവിടെയാണ്? കമ്പ്യൂട്ടറിലല്ലല്ലോ. എനർജി കിടക്കുന്ന പ്രകൃതിയിലാണ്. ഇത് എടുക്കാൻ നമുക്ക് പറ്റണം. അബ്സോർബിങ് കണക്ഷൻസ് ഇല്ലാതെയും ഇത് വളരെ ഒരു ഔഷധം പോലെ പ്രവർത്തിക്കുന്ന സാധനമാണ് ഈ ധ്യാനവും ഈ പ്രകൃതിയുമായി കണക്ടിവിറ്റിയും. പരിമിതികൾ ഏറെ ഉണ്ടെന്ന് അറിയാം. പുതിയ മോഡേൺ എന്താ പറയുക, ഈ സിറ്റി ലൈഫിൽ ഒരുപാട് പരിമിതി, പക്ഷെ ചെയ്യണമെന്നുള്ള. പക്ഷെ അതിന് പകരം നമുക്ക് അതുപോലെ തന്നെയാണ് ഏറ്റവും വലിയ വൈബ്രേഷൻ കൂട്ടാനായിട്ട് ജപം എന്ന് പറയുന്ന സംഭവം. ജപം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വൈബ്രേഷൻ കൂട്ടാൻ പറ്റുന്നത്. ജപം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ജപം എത്ര പേർക്ക് അറിയാം ഇവിടെ? രാവിലെ എഴുന്നേറ്റ് രാമ 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 ഓക്കെ ഓക്കെ അത് പറഞ്ഞ് ഇന്നിപ്പോ പള്ളിയിൽ അത് പണിയുണ്ട്. അല്ലെങ്കിൽ യേശുവിനെ നമ്മള് ഒരു കുരിശ് വെച്ചിട്ട് ഇങ്ങനെ ജപം ആ സാധനം വെച്ചിട്ട് ഇങ്ങനെ പറയണം. പക്ഷെ പറയുമ്പോൾ അല്ലേ ആ കിച്ചണിൽ വെച്ചാൽ നോക്കണേ, ഇതല്ല ജപം അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടിരുന്നു അവരെ നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ. പിന്നെ ആ ഫോൺ വന്നോപ്പോ ഒന്ന് നോക്കിയേ, നമ ശിവായ നമ ശിവായ നമ ശിവായ. ഇപ്പോഴും ഫോൺ അടിച്ചുകൊണ്ടിരിക്കുന്നു, നമ ശിവായ നമ ശിവായ നമ ശിവായ. ഇതാണ് ജപം. ഇതാണ് മോഡേൺ ജപം അല്ലെ? ഈ മോഡേൺ ജപത്തിൽ ഒരു കാര്യമില്ല. ഇതൊന്നും ആരില്ല. വിളക്ക് കത്തിക്കുന്നുണ്ടാവും, വിളക്ക് കത്തിച്ചിട്ട് അതിന് മുമ്പിൽ എന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ അടിച്ചു, ഇന്ന് ആ പണി അവിടെ തീർന്നില്ല കേട്ടോ, എനിക്കൊന്ന് ചെയ്യുന്നു. ഇപ്പൊ അവര് ചോദിച്ചാൽ എന്ത് ചെയ്യും? രാമ 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 രാമ. ഇതൊന്നും നടക്കും. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇത് വൈബ്രേഷൻ കൂടുന്നതിന് പകരം വൈബ്രേഷൻ താഴോട്ട് പോകുക മാത്രമേ ഉള്ളൂ. ശാപം കൂടിയിട്ട് വാങ്ങേണ്ടി വരുന്നുള്ള. ഇതൊക്കെയാണ് പുതിയ പുതിയ രീതി. പണ്ട് കാലത്ത് ഇത്രയും ഉണ്ടായിരുന്നു എനിക്കറിയില്ല പറയുന്നു. അപ്പോ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. മനസ്സ് ഏകാഗ്രമാക്കി വെക്കാൻ പറ്റണം. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു തിയറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മനസ്സ് ഏകാഗ്രമായി വെക്കാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ വൈബ്രേഷൻ ലെവൽ കൂട്ടാൻ സാധിക്കില്ല. നിങ്ങൾ ഒരു സ്ഥലത്ത് മെഡിറ്റേഷൻ ഇരിക്കുന്നോ, മെഡിറ്റേഷൻ നിങ്ങൾ ശരീരവും മനസ്സും ഒന്നിച്ചിരിക്കണം. ശരീരം ഇരുന്നുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഇരിക്കുന്നുണ്ട്, രാവിലെ 100-200 ആൾക്കാർ മെഡിറ്റേഷൻ എൻ്റെ കൂടെ വന്നിരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഒരാളോട് ചോദിച്ചു, സാറേ ഞാൻ മെഡിറ്റേഷൻ ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, അപ്പോൾ ഇത് 1 to 1 എടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ മെഡിറ്റേഷൻ ജോയിൻ ചെയ്യണം കേട്ടോ. ഓ ശരി സാറേ. 3 മാസമായി ഞാൻ സാറിന്റെ കൂടെ മെഡിറ്റേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു ആണോ, എപ്പോഴാണ് നിങ്ങൾ വരുന്നത്? സാർ എല്ലാ ദിവസവും ഞാൻ രാവിലെ ഉണ്ട്. 3 മാസമായിട്ട് ഞാൻ ആളെ കണ്ടിട്ടില്ല. എന്റെ തെറ്റാണോ അവർ തെറ്റാണോ ഒന്നും എനിക്കറിയില്ല. ഒരു ദിവസം പോലും ക്യാമറ ഓൺ ചെയ്തിട്ടില്ല, ഒരു ദിവസം പോലും സംസാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ കാണും, മനസ്സിലാവും? അപ്പൊ 3 മാസം ഇരുന്നിട്ടും ഞാൻ വീണ്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറയണമെങ്കിൽ ആ മെഡിറ്റേഷൻ അവിടെ എഫക്ട് ആയിട്ടില്ലെന്നല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നിക്കൽ നിങ്ങൾ ശരീരം കൊണ്ടിരിക്കുക അല്ലെങ്കിൽ മനസ്സ് കൊണ്ടിരിക്കുക, ഇത് രണ്ടുമില്ല. കാര്യം എന്താ ഉള്ളത്? അതുകൊണ്ട് വർക്ക് ചെയ്യില്ല. ഇതൊന്നും അങ്ങനെയൊന്നും വർക്ക് ചെയ്യില്ല. നിങ്ങളത് ബോധപൂർവ്വം നിങ്ങൾ അവിടെ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മെഡിറ്റേഷൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആൾക്കാർ ഇരിക്കുക, മെഡിറ്റേഷൻ ഇരിക്കുന്ന സാധനം ഇത് കണക്ട് ചെയ്യുന്നില്ലല്ലോ. ഇല്ല, കണക്ട് ചെയ്യാൻ നിങ്ങൾ എന്തുകൊണ്ട് കണക്ട് ചെയ്യുന്നില്ല? നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ അപ്പോഴാലോചിക്കുന്നത് നാട്ടില് അതാണ്, നാട്ടിൽ ഇതാണ്, വെള്ളം കയറിയോ കയറിയില്ലേ, മഴ വന്നോ വന്നില്ലേ, മഴ വന്നപ്പോൾ ആ വീട്ടിൽ ഇതൊക്കെ ആയിരിക്കും ആലോചിക്കുന്നത്. അപ്പൊ മെഡിറ്റേഷൻ അതിന്റെ വഴിക്ക് പോകും, നിങ്ങൾ ഈ വഴിക്ക് ഉണ്ടാവുന്നുണ്ട് അറിയും. ഇത് ശരിക്കും ഏതൊരാൾക്കും ബൈ പ്രാക്ടീസ്, ഞാൻ ആദ്യം പറഞ്ഞു, പ്രാക്ടീസിലൂടെ അനുഭവിച്ചറിയേണ്ട കാര്യം മാത്രമാണ് പറഞ്ഞറിയിക്കേണ്ടത്. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്ന പ്രശ്നം എന്താണെന്നറിയോ? ഇത് നമ്മുടെ വൈബ്രേഷൻ ഹൈ ആവാതിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന കാര്യം എന്താണെന്നറിയോ? നാളെ എന്താവുമോ എന്തോ, ഇപ്പൊ ഇരിക്കാൻ നാളെ ഇനി എന്റെ അവസ്ഥ എന്താവുമോ എന്തോ. ഭയം, നാളത്തെ പറ്റിയിട്ടുള്ള അമിതമായ ചിന്ത, നാളത്തെ പറ്റിയുള്ള ആകുലത, നാളത്തെ പറ്റിയിട്ടുള്ള അനാവശ്യമായ ചിന്തകൾ, സ്കെയർസ് മൈൻഡ് സെറ്റ്. എപ്പോഴും
നാളത്തെ പറ്റി നല്ലതില്ല. നാളത്തെ പറ്റിയിട്ടൊക്കെ നമുക്ക് ആലോചിക്കാനുള്ള ആകുലതകൾ മാത്രമേ നമ്മളിലുള്ളൂ. ഇന്നലകളിൽ ആകുലതകളായിരുന്നു, കഴിഞ്ഞു. നാളത്തെ പറ്റി ഞാനിപ്പോ ഇവിടെ ഇരിക്കുകയാണ്, എന്റെ വൈബ്രേഷൻ കൂട്ടാനിരിക്കുകയാണ്. പക്ഷെ എന്റെ അവസ്ഥ നാളെ ഒന്നും ശരിയാവില്ലല്ലോ എന്നുള്ള അവസ്ഥയാണെങ്കിൽ കൂടുവോ? ഒരിക്കലും കൂടാൻ വഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ആകുലതകളില്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റണം. ഇപ്പൊ എങ്ങനെയാണ് സംഭവിക്കുക? ആകുലതകൾ ഇരിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ അതെങ്ങനെ സംഭവം? നാളെ അവർക്ക് ലോൺ ബാക്കി കൊടുക്കാനുണ്ടല്ലോ, ശരിയാണ്, അത് നാളെയല്ലേ, ഇന്നില്ലല്ലോ. ഇതിലേക്ക് ഇരിക്കാൻ പറ്റും. ഇന്നിപ്പോ ഇവിടെ ഇരുന്നിപ്പോ ആലോചിച്ച് ഇപ്പൊ മെഡിറ്റേറ്റ് ചെയ്താൽ ഗുണമുണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വൈബ്രേഷൻ ഉയർന്നാൽ ഗുണമുണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ അത് ഉയർത്താൻ ശ്രമിക്കുന്നതിന് പകരം അത് താഴ്ന്ന നിലയെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? അത് തന്നെ നമുക്ക് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് വളരെ കൃത്യമായി വെക്കണം. ഇനി മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാനായിട്ട് 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ 3 ഇതൊക്കെ ഞാൻ വൈബ്രേഷൻ ലെവൽ കൂട്ടുന്ന കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. ഇനി മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ അത് 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ നിൽക്കുള്ളൂ. എന്താണ് മാനിഫെസ്റ്റേഷൻ 3 അടിസ്ഥാന കാര്യങ്ങൾ എന്നറിയോ? 1, നോ ലിമിറ്റേഷൻസ്, അല്ലെങ്കിൽ നോ ബൗണ്ടറീസ്. അതിരുകൾ ഒരിക്കലും പാടില്ല. അതായത് അതിരുകൾ എന്ന് പറഞ്ഞാൽ ഇത് കിട്ടിയാൽ ഇത് സംഭവിക്കും, ഇത് സംഭവിച്ചാൽ ഇത് സംഭവിക്കും എന്നുള്ള അതിരുകൾ വെക്കരുത്. ഇത് വളരെ അധികം വിഷയമാണ്. അതായത് നമുക്കറിയാം 2025 സെപ്റ്റംബർ 3 ഞാൻ ദുബായിൽ വലിയൊരു പ്രോഗ്രാം, ഹയാത്ത് റീജൻസി വലിയൊരു പ്രോഗ്രാം വെക്കുന്നു. ഇതാണ് എന്റെ മാനിഫെസ്റ്റേഷൻ എന്ന് കരുതിക്കോ. തൊട്ടടുത്ത നിമിഷത്തിൽ ഞാൻ പറയുകയാണ് 250 ആളെങ്കിലും ഇല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ 250 ആൾ ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും. മനസ്സിലായോ? ഈ അതിരുകളെ പറ്റിയിട്ട് പിടികിട്ടിയോ? ഞാൻ എന്റെ മാനിഫെസ്റ്റേഷൻ എന്താണ്? 2025 സെപ്റ്റംബർ 3 ഹയാത്ത് റീജൻസിയിൽ വെച്ച് ഞാൻ ദുബായിൽ വെച്ച് ഒരു മെഗാ പരിപാടി വെക്കുന്നു എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. എന്നിട്ട് ഞാൻ പിന്നെ പറയാണ് 250 ആൾക്കാരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ വെക്കില്ല, 250 ഉണ്ടാവണം എങ്കിലേ എനിക്ക് വെക്കാൻ പറ്റുള്ളൂ. അവിടെ എന്ത് സംഭവിച്ചു? അവിടെ വർക്ക് ചെയ്യില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ടൈപ്പിങ്ങിൽ വേറെ കൊണ്ട് നിടരുത്. ഇപ്പോ തുളസിയും ഗ്രാമ്പും വെള്ളം കുടിച്ചതിന്റെ കഥ പറയാൻ പോവാണ്. എന്നെ ഡൈവേർട്ട് ചെയ്യിപ്പിക്കരുത്. വൈബ്രേഷൻ പോയിട്ട് ഞാൻ തുളസിയുടെ പിറകെ പോകും പ്രത്യേകിച്ച്. ഓക്കെ, എന്തായാലും തുളസി എന്ന് പറയുന്ന ആളെ പിറകെ പോവില്ല, അത് ഉറപ്പാണ്. തുളസി പൂവിന്റെ പിറകെ മാത്രമേ പോവുള്ളൂ. അതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കണ്ട. ഓക്കെ, നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ശ്രദ്ധിക്കൂട്ടോ, ക്ലാസ് ശ്രദ്ധിക്കും. അപ്പോ നമ്മള് ഇങ്ങനെ വരുമ്പോ നമ്മൾ മാനിഫെസ്റ്റേഷൻ ശരിയായ രൂപത്തിലല്ല എന്ന് മനസ്സിലാവും. അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ ഒന്ന് തിരിച്ചു പറഞ്ഞു നോക്കിയാൽ എങ്ങനെ ഇരിക്കും? 2025 സെപ്റ്റംബർ 3 250 ആൾക്കാരെ ചേർത്തുകൊണ്ടുള്ള ഒരു പരിപാടി ഞാൻ ഹയാത്ത് റീജൻസി ദുബൈയിൽ വെക്കും. അപ്പൊ പിന്നെ എനിക്ക് അവിടെ ബൗണ്ടറി ഇല്ല, ലിമിറ്റേഷൻസ് ഇല്ല, ലിമിറ്റിംഗ് ബിലീഫ്സ്. ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം മാനിഫെസ്റ്റേഷൻ. ഇത് നിങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, പുതിയ അവസരങ്ങൾ എപ്പോഴും ജീവിതത്തിൽ ക്ഷണിച്ചു വരുത്തണം. accept the new changes in your life, അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. അക്സെപ്റ്റ് ദ ചേഞ്ചസ് ഇൻ ലൈഫ്. ഈ ലൈഫിലേക്ക് ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് ഓൾറെഡി ലേറ്റ്. ചെയ്യാത്ത ഒരാൾക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. കാരണം അപ്പോഴെന്താണെന്നറിയോ, നമ്മൾ കണ്ടീഷൻ ആക്കി വെച്ച് കളയും. പുതിയ ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കണ്ടീഷനിലാണെന്നല്ലേ. കണ്ടീഷനുള്ള ആൾക്കാരുണ്ടല്ലേ പുതിയ അക്സെപ്റ്റ് ചെയ്യാത്ത. അപ്പൊ കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഇത് ശ്രദ്ധിക്കണം. പിന്നൊന്ന്, മൂന്നാമത്തെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം, കാരണം സമയം കൂടി നോക്കണം. മൂന്നാമത്തെ കാര്യം, എന്താണ് മാനിഫെസ്റ്റേഷന്റെ അടിസ്ഥാന തത്വം എന്നറിയോ? വാട്ട് മേക്ക് യു ടു ഗെറ്റ് ആ മാനിഫെസ്റ്റേഷൻ ഹാപ്പൻഡ് ആവാൻ എന്താണ് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് വേണ്ടത്? ഏതോ ഒരു സാധനം വേണം. അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അതിനെ കൃത്യമായി എത്തിക്കുന്ന ആ ഒരു പോയിന്റ് ഒന്ന് പറയാൻ പറ്റുമോ നോക്കി? ഏതോ ഒരു കാര്യം ഉണ്ടായാൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ നമ്മളിൽ എത്തുള്ളൂ. ഒന്ന് പറയാൻ പറ്റുമോ നോക്കി? നമ്മൾ അതിനെ ഇങ്ങനെ ഒരു ആക്ഷനിലൂടെ കാണിക്കും.
നിങ്ങളുടെ ആക്ഷനിലൂടെ അത് കാണിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് അല്ല, ഗ്രാറ്റിറ്റ്യൂഡൊക്കെ കൊടുക്കണമെങ്കിൽ ഈ ഒരു സാധനം വേണം. മെഡിറ്റേഷൻ അല്ല, ഗ്രാറ്റിറ്റ്യൂഡ് അല്ല. ഇനി പറയട്ടെ, ബാക്കിയുള്ളവരും പറയട്ടെ, കേൾക്കട്ടെ. പെട്ടെന്ന് 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 സമയം, നമുക്ക് പോകണം, സമയം ഉറങ്ങണം. നാളെ രാവിലെ ക്ലാസ് ഉണ്ട്. വിശ്വാസം, മൈൻഡ് സെറ്റ്, വിശ്വാസം അല്ല. ദ ലോ ഓഫ് ഫോക്കസ്, ശ്രദ്ധാപൂർവമായാൽ മാത്രമേ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റൂ. ശ്രദ്ധ വേണം. എന്തിലാണ്? ഈ കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധ വേണം. ലോ ഓഫ് ഫോക്കസ് വർക്ക് ചെയ്യുന്ന എവിടെയാണോ ലോ ഓഫ് ഫോക്കസ് വർക്ക് ചെയ്യുന്നത്, അവിടെ ലോ ഓഫ് വൈബ്രേഷൻ ഉണ്ടാവും, ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും, ലോ ഓഫ് എനർജിയും ഉണ്ടാവും. ഇത് നാലും ഉണ്ടാക്കുന്ന ബേസിക് സാധനമാണ് ലോ ഓഫ് ഫോക്കസ്. നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെ പറ്റിയിട്ടാണ്? ഒന്ന് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധ എത്രത്തോളം ഉണ്ട് നോക്കട്ടെ. ഞാൻ എന്തിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തോ ഒന്ന് കൂട്ടുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു. എന്തിനെ പറ്റി? അത് എത്രത്തോളം ശ്രദ്ധ ഉണ്ട് നോക്കട്ടെ. യെസ് 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 യെസ്. ഞാൻ ഉറങ്ങിപ്പോണ്ടല്ലോ, അതുകൊണ്ടാണ്. 10-11 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരില്ലേ? 11:30 മണിയായി അല്ലേ? ഇതിനെ പറ്റി പെട്ടെന്ന് യെസ്. അപ്പൊ ആൾക്കാർക്ക് ഉണ്ട്, ബാക്കിയുള്ളവരട്ടെ. നമ്മൾ പറയുന്നത് വൈബ്രേഷൻ കൂട്ടുന്നതിനെ പറ്റിയിട്ടാണ് അല്ലേ? അപ്പോ ഇക്വേഷൻ മനസ്സിലായ, വേർ ദർ ഈസ് എ ലോ ഫോക്കസ്, എവിടെയാണോ ഫോക്കസ് ഉള്ളത് അവിടെ ഓട്ടോമാറ്റിക് വൈബ്രേഷൻ കൂടും. എന്നാ പിന്നെ സാർ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത്രയൊക്കെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കൂ, അവിടെ വൈബ്രേഷൻ കൂടും എന്ന് പറഞ്ഞ പോലെയായിരുന്നു അല്ലേ? ഇത്രയും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നേരത്തെ തീർക്കായിരുന്നു ക്ലാസ് അല്ലേ? ഇങ്ങനെയൊക്കെയാണ് ചില സമയത്ത് നമ്മൾ വളഞ്ഞു മുക്ക് കുടിക്കാന്നൊക്കെ പറഞ്ഞത്. ഇങ്ങനൊന്നും അല്ല. കാരണം അങ്ങനെയൊന്നും ലോ ഫോക്കസ് കൊണ്ടുവരാൻ പറ്റില്ല, ശ്രദ്ധിക്കാൻ പറ്റില്ല. ശ്രദ്ധിക്കാൻ പറ്റണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വരണം, എന്നാൽ മാത്രമേ ശ്രദ്ധ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ശ്രദ്ധ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ലാസ്റ്റിലേക്ക് കൊണ്ടുവന്ന് വെച്ചത്. അപ്പോ നിങ്ങൾ എവിടെയാണോ ശ്രദ്ധിക്കുന്നത് അത് വളരെ പ്രധാനമാണ്. നേരത്തെ ബിസിനസ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടൊരു ബിസിനസ് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? ഏറ്റവും ലളിതമായി പറയുന്നത്, എന്തുകൊണ്ട് എന്റെ ബിസിനസ് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ ലളിതമായ ഉത്തരം, എന്റെ ശ്രദ്ധ അവിടെ കുറവായിരുന്നു. അത് മാത്രമാണ് ഉത്തരം, വേറെ ഒന്നും പറയാനില്ല. പിന്നെ പറയും അവര് ഇത് ചെയ്തിട്ടാണ്, ഇതൊന്നുമില്ല, നമ്മുടെ ശ്രദ്ധ കുറഞ്ഞത് കൊണ്ടാണ് അടിസ്ഥാനപരമായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് ലോ ഓഫ് ശ്രദ്ധന്റെ ഏറ്റവും. അപ്പോ ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിലുള്ളൂ, ആകർഷണ നിയമം എന്ന് പറയുന്നത് സ്വതവേ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിന്റെ ശക്തി മുഴുവൻ ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമ്മുടെ മാനസികമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ മാനസികം എന്ന് പറയില്ല, നമ്മൾ ഓവറായിട്ടുള്ള വൈബ്രേഷന്റെ നില ഉയർത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഉയർത്താനായിട്ട് നന്ദിയിലൂടെ, ആത്മവിശ്വാസത്തിലൂടെ, സ്നേഹപരമായ ഇടപെടലിലൂടെ, ആ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു വാക്കും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ, ബാക്കി നിങ്ങൾ ടൈപ്പ് ചെയ്തോ, ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന് ശില്പിയും നിർമ്മാതാവുമാണ് എന്ന് പറയുന്ന പോലെ നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന സൃഷ്ടാവ്. ഉയർന്ന വൈബ്രേഷൻ നില എന്ന് പറയുന്നത് വേഗത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ആണ് എന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ലളിതമായിട്ടൊരു കാര്യം പറയാം. ഇതിന് കൃത്യമായി ഒന്ന് പ്രാക്ടീസ് അനുഭവിച്ചെടുപ്പിക്കണമെന്ന് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇത് എങ്ങനെയാണ് കൃത്യമായി നിങ്ങൾക്ക് അനുഭവിപ്പിച്ചു തരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ, നമ്മുടെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ വന്നവർക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. എന്താണ് നിങ്ങൾക്ക് അവിടെ സംഭവിച്ചത് എന്ന് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചാൽ മനസ്സിലാവും. ഇതെങ്ങനെയാണ് നമുക്ക് നിങ്ങളിലേക്ക് പുഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക, പ്ലാൻ ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ പങ്കെടുത്തവരൊന്ന് പറഞ്ഞു നോക്കിയേ, എങ്ങനെയാണ് സംഭവിച്ചത് അവിടെ 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ടൊക്കെ പറഞ്ഞു തന്നെ. ശരിക്കും അത് വൈബ്രേഷൻ കൂടിയ സമയം സാർ അതിങ്ങനെ ആ ഫോക്കസിൽ തന്നെ അങ്ങനെ ചെയ്തു. അവിടെ എന്താണ് അവിടെ ശരിക്കും നിങ്ങളും ഞാനും അതിലേക്ക് എത്താനുള്ള കാരണം ഏത് സിസ്റ്റത്തിലൂടെ പോകുമ്പോഴാണ്? വളരെ ശ്രദ്ധാപൂർവമായിട്ടുള്ള നമ്മളെ ആൾക്കാരുടെ ഇരുത്തമല്ലേ? വേറെ ഒന്നിലേക്കും പോകാതെ മുഴുവൻ നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് ഒരേ പോയിന്റിൽ കൊണ്ട് നിർത്തിക്കൊണ്ടല്ലേ അത്ര റിസൾട്ട് നമുക്ക് വന്നത്. പറഞ്ഞു നോക്കിയ രാജേഷ് സാറേ. ശരിയാ. ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്ക് വേറൊരു ചിന്തയില്ല ആ സമയത്ത്. നമ്മുടെ ചിന്ത മൊത്തം എന്തിനാണോ നമ്മൾ ഫോക്കസ് ചെയ്തത് അത് മാത്രമേ ആയിരിക്കും. ആ ചിന്തയിലായിരുന്നു നമ്മൾ ഇരിക്കുന്നുണ്ടായിരുന്നത്.
വേറെ കുറിച്ച് നമുക്കൊന്നും അറിയുന്നില്ല, വേറെ ചുറ്റും എന്താണെന്നൊന്നും അറിയുന്നില്ല നമുക്ക്. ആ ചിന്തയിലായിരുന്നു നമ്മുടെ ആ ഇരുത്തം മുഴുവൻ. ഞാൻ മാത്രമേ കണ്ണു തുറന്നു നോക്കിയൂ. ഇല്ല, എനിക്ക് വേറൊന്നുമില്ല. സാർ ജസ്റ്റ് എന്തോ പറയുന്നത് മാത്രമേ എനിക്ക് അറിയുന്നുള്ളൂ, വേറെ ഒന്നും അറിയുന്നില്ല. വേറെ എന്താണ് ചുറ്റും നടക്കണമെന്ന് അറിയുന്നില്ല. ശരീരമില്ല, മനസ്സില്ല, ഒന്നുമില്ല. വേറെ എവിടെയോ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ നിൽക്കുന്ന അവസ്ഥയാണ്. അതെ. അത് ഇത് നിഷക്ക് എന്തോ പറയേണ്ടതിൽ? സാർ അന്നും അതുപോലെ തന്നെ സാർ പറഞ്ഞ തൊട്ട് ആ സാറിന്റെ സൗണ്ട് മാത്രം ഇങ്ങനെ, വേറൊന്നും വേറെ ഒന്നും ഇല്ലായിരുന്നു എനിക്ക്. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു എനിക്കന്ന്. ഞാൻ സാറിനോട് അന്ന് പറയുകയും ചെയ്തായിരുന്നു. ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്ത ഒത്തിരി അതിൻ്റെ അകത്ത് എനിക്ക് വേറെ എല്ലാം ഓവർകം ചെയ്തു വരാൻ പറ്റി അത് കഴിഞ്ഞപ്പോൾ. താങ്ക് യു സാർ. ഇത് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, ഇങ്ങനെ നമുക്ക് ലെവലാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോ ഞാൻ എന്റെ ഫോക്കസിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഹിപ്നോസിസ് ഓഫ് അട്രാക്ഷനിൽ നമ്മളെ ഫോക്കസിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക ചെയ്യുന്നത്. അതിന്റെ ടെക്നിക്കൽ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുവരിക ചെയ്യുന്നത്. ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യിപ്പിക്കാം. അതാണ് ഹിപ്നോസിസ് ഓഫ് അട്രാക്ഷൻ കോഴ്സ് ജോയിൻ ചെയ്തവരോട് പറയുന്നത്. നിങ്ങൾക്ക് നോർമലി പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു തരാം. റിസൾട്ട് ഉണ്ടാക്കിയവർ, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയവർ കണ്ടല്ലോ. ഇപ്പൊ സോഫിയ വന്നിട്ടില്ല. സോഫിയക്ക് ആ ഹിപ്നോസിസ് ഓഫ് അട്രാക്ഷനിൽ പറഞ്ഞ എമൗണ്ട് അത് പറഞ്ഞില്ലല്ലോ ആരും, അല്ലെ? പറയുന്നത് ഇപ്പൊ പബ്ലിക്കായിട്ട് പറയുന്നത് പറ്റില്ല, അത് ലിമിറ്റേഷൻസ് ഉണ്ട്. അവരന്ന് ഒരിക്കലും ആ ഹിപ്നോസിസ് ഓഫ് അട്രാക്ഷൻ വെക്കുമ്പോൾ ആ 50 lakhs പറ്റിയിട്ട് അവർ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഞാനാണ് അവരെ മൈൻഡിലേക്ക് കയറിയിട്ട് ഇങ്ങനൊരു എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടല്ലോ എന്ന് അങ്ങോട്ട് പറഞ്ഞത്. ഇങ്ങനൊരു വിഷയം നിങ്ങളിൽ ഉരുപ്പുണ്ടല്ലോ നമ്മൾ ഹിപ്നോസിസ് ചെയ്യുമ്പോൾ കണ്ടുപിടിച്ചതാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് കിട്ടിയാൽ നല്ലതായിരുന്നു സാറേ എന്ന് പറഞ്ഞു. ഇന്ന് അവിടെ നിന്ന് കിട്ടിക്കാൻ വേണ്ടി ചെയ്തു. ഹൈക്കോടതിയിലുള്ള കേസ് ഹൈക്കോടതി വിളിച്ചിട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് ഈ മാസം ഒറ്റ മാസം പൈസ കൊടുക്കാന്ന് പറഞ്ഞു. റിസൾട്ട് അങ്ങനെ വരും. അത് അവർക്ക് പോലും അറിയാതെ സംഭവിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാന്നൊക്കെ ഓരോ ആളുടെ മാനിഫെസ്റ്റേഷൻ ഉള്ള രീതി അനുസരിച്ച് മാറി മാറി വരും. അത് ഓരോ ആളുടെ ബിലീഫ് സിസ്റ്റത്തിൽ വരുന്നത്. എനിക്കൊന്ന് നിശക്കും ഇതുപോലെയാണ് അനുഭവം പിന്നെ ഉണ്ടായത്. അതിനുശേഷം വ്യത്യസ്തമായിട്ട് ഓരോ ആൾക്കും വ്യത്യസ്തമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ചെയ്യാനും പറ്റും. പക്ഷെ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരുപാട് ലിമിറ്റ്. ചില ആൾക്ക് ഒരു 1 time 2 times കിട്ടിയത്. പക്ഷെ ഇത് നിത്യവും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ ലളിതമാണ്. ഞാൻ ഇന്ന് എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനിത് പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ എന്റെ വൈബ്രേഷൻ നിങ്ങൾക്ക് അറിയാം, എന്റെ വൈബ്രേഷൻ ഹൈ ആണ് എന്നറിയാം. ഇന്ന് ആക്ച്വലി ഭയങ്കര രസമുള്ള ദിവസമാണ്. 2-ാം തീയതി ആക്ച്വലി എനിക്ക് പേയ്മെന്റ് ഉണ്ടായിരുന്നു. ഇന്നലെ വെള്ളിയാഴ്ച പൊതുവെ പേയ്മെന്റ് ഒന്നും വരില്ല, മാസം ഫസ്റ്റ് ആണ്, വെള്ളമെല്ലാം തീർന്നിരിക്കുക. ഇന്ന് നല്ലൊരു പേയ്മെന്റ് വേണം. ഒരു 6 മണിക്ക് മുമ്പേ ആ സാധനം വേണം. രാവിലെ ഞാൻ പോയി നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരു എമൗണ്ടും ഇല്ല. ഓഫീസിൽ അതിനുള്ള ഒരു എമൗണ്ടും ഇല്ല. ഞാൻ അവിടെ ഇരുന്നു. ഞാൻ എപ്പോഴും വിചാരിച്ചു വൈകിട്ടല്ല, 6 മണിയാകുമ്പോൾ സംഭവിക്കട്ടെ, നടക്കട്ടെ എന്നൊക്കെ വെച്ചു. പിന്നെ 3 മണിയാകുമ്പോൾ 3-3:30 മണിയാകുമ്പോഴേക്കും എനിക്ക് ആ കാര്യങ്ങളെല്ലാം ശരിയായി. എനിക്ക് വേണ്ട പൈസയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ മാനിഫെസ്റ്റ് ചെയ്തിരുന്നതേ ഉള്ളൂ. അതൊക്കെ ശരിയാവും. ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത്രേ ഉള്ളൂ, ശരിയാവും, നോ പ്രോബ്ലം. അതൊക്കെ നടക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് നമ്മൾ ആ വൈബ്രേഷൻ സെറ്റ് ചെയ്തപ്പോൾ അത് വർക്ക് ചെയ്യും. ഞാൻ അതിനെപ്പറ്റി കൂടുതലൊക്കെ പറയുന്നില്ല ഇപ്പോൾ നിങ്ങളോട്. ഇത് അനുഭവിച്ചറിയേണ്ടതാണ്. നിങ്ങൾക്കിതിങ്ങനെ അനുഭവിക്കാണ്ടെങ്കിൽ നമ്മുടെ ഈ യാത്രയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യാറുണ്ട്. 2-ാമത്തെ കാര്യം, ഇല്ലെങ്കിൽ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുക, ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് എടുക്കുക. എന്നിട്ട് പിന്നെ ദിവസവും നിങ്ങളത് നിങ്ങൾക്ക് വേണ്ട സമയത്തൊക്കെ പ്രാക്ടീസ് ചെയ്തെടുക്കുക. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഇപ്പോൾ വീണ്ടും അനൗൺസ് ചെയ്തിട്ടുണ്ട്. നല്ല ബോധ്യത്തോടെ ഉള്ളവർക്ക് പങ്കെടുക്കാം, വരാം. സാധ്യത നിങ്ങൾക്ക് എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ അത്രയും ടഫായിട്ടുള്ള ഏത് മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കാനുണ്ടെങ്കിൽ ഹിപ്നോസിസ് ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് സാധ്യമാക്കാം, എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുറെ ആൾക്കാർക്ക് ഓരോരോ ഇത്രയും കാര്യങ്ങൾ നേടാൻ പറ്റിയവരുണ്ട്. ഇനി നേടാനുള്ളവർക്ക് വേണമെങ്കിൽ നാളത്തെ ക്ലാസ് കാണുന്നവരുണ്ട്, ഉടനെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ജോയിൻ ചെയ്തോളൂ. ഒരുപാട് ആൾക്കാരെ ഞാൻ ആ ക്ലാസ്സിൽ എടുക്കില്ല. കാരണം വെച്ചാൽ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഞാൻ നിങ്ങളെ ഹിപ്നോസിസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ക്ലാസ്സിൽ 10 പേരെ കൂടുതലൊക്കെ ആയെങ്കിൽ ടൈം കിട്ടൂല. കാരണം ഓരോ ആൾക്കും ചുരുങ്ങിയത് ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഒരാൾക്ക് ഒരു 5-6 മിനിറ്റ് ഒക്കെ ഒരാൾക്ക് വേണ്ടി എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു 10 പേരുണ്ടാകുമ്പോൾ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ 1 മണിക്കൂർ എടുക്കും. അപ്പോൾ 10 പേർക്ക് മാത്രമേ ഒരു ക്ലാസ്സിൽ സാധ്യതയുള്ളൂ. അപ്പോൾ ആർക്കും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. പക്ഷെ ജോയിൻ ചെയ്യുമ്പോൾ അത് പഠിക്കാനുണ്ട്. ആദ്യം നിങ്ങൾ അതിന്റെ ഫണ്ടമെന്റൽ നിയമങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആണ് ഹിപ്നോസിസ് ചെയ്യുക. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹിപ്നോസിസമാണ്, ഒരേ സമയത്ത് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് നിങ്ങളിൽ ഇരിക്കുന്ന നേരത്തെ സോഫിയയുടെ ഒക്കെ ഞാൻ ചോദിച്ചെടുത്ത, എനിക്കൊന്ന് സോഫിയയുടെയും അജയുടെ ഒക്കെ ഞാൻ ചോദിച്ചിട്ട് അങ്ങനെ അകത്ത് കിടക്കുന്നത് പുറത്ത് വലിച്ചെടുത്തതാണ്. അവർ പറഞ്ഞതല്ല, ഈ കാര്യങ്ങൾ പറയാതെ തന്നെ ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ നിങ്ങളിൽ, ഞാൻ കിടക്കുന്നുണ്ടല്ലോ എന്ന് സീക്രട്ട് ആണ് കേട്ടോ, അത് പബ്ലിക്കായിട്ട് പറയില്ല. അത് ഞാനും അവരും മാത്രമേ അറിയുള്ളൂ, മറ്റാർക്കും കേൾക്കാനും പറ്റില്ല.
അത് ചോദിച്ച് ഇൻഡയറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെയാണ് സംഭവം എടുക്കുന്നത്. അങ്ങനെ വലിയ സീക്രട്ട് ഇല്ലാത്തവരോടും ആരും പറയാൻ പാടില്ല കൊലപാതകമൊക്കെ ചെയ്തിട്ടാണെങ്കിൽ ഒന്നും വരണ്ട നിങ്ങൾ ഈ പ്രൊസസ്സിന്. അങ്ങനെയുള്ളവരാണ് അല്ലാതെ ഒളിപ്പിച്ച് വെച്ച് അങ്ങനെ കൊലപാതകമൊക്കെ ഉണ്ടെങ്കിൽ പറയണ്ട. തമാശ പറഞ്ഞല്ലോ, അത് തമാശയായിട്ട് പറഞ്ഞു. അങ്ങനെ ഹിപ്നോസിസിൽ നേടാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ വന്നോളൂ, നമുക്ക് ചെയ്യാം. ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ വൈബ്രേഷൻ ഉയർത്തുന്നതിനെ പറ്റിയിട്ട് ഇതാണ് പറഞ്ഞത്. നിങ്ങൾ നിത്യവും പ്രാക്ടീസ്, അതിനാണ് പ്രാക്ടീസുകൾ. നമ്മളിപ്പോൾ ഹാപ്പിനെസ് മാസ്റ്ററി ഉള്ളവർക്ക് ആർക്കും വിഷയമില്ല, അത് നിത്യവും പ്രാക്ടീസിലുള്ളതാണ്. നമ്മൾ രാവിലത്തെ മെഡിറ്റേഷൻ, അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെന്താ നമ്മൾ മറ്റേ മിറാക്കിൾ മോർണിംഗിലെ പ്രാക്ടീസുകൾ, ജേർണി ടു ഹാപ്പിനെസ് പ്രാക്ടീസ്, ഇതൊക്കെയാണ് വൈബ്രേഷന്റെ ഫണ്ടമെന്റൽ. ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് പുതിയതായിട്ട് പുറത്ത് നിൽക്കുന്നവർക്ക് ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ജോയിൻ വിത്ത് അസ്. നമുക്ക് ഈ യാത്രയിലൂടെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓൾമോസ്റ്റ് ആൾക്കാരും 1 ആയിട്ട് അപ്പായിക്കൊണ്ടിരിക്കുന്ന പുതിയ വന്ന കുറച്ച് ആൾക്കാർ മാത്രമുണ്ട്. നിങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക, എന്നൊരു ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ. ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ ആർക്കും? അൺമ്യൂട്ട്. ഇനി ക്വസ്റ്റ്യൻ Thank you, sir. ചേരാം. താങ്ക് യു സാർ. സാറേ, നാളെയാണ് മോളുടെ എക്സാം. നല്ല ഓൾ ദി ബെസ്റ്റ്. നോ പ്രോബ്ലം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. റിപ്ലൈ ഇട്ടില്ല, റിപ്പീറ്റില്ലേ? മറന്നുപോയി സാർ. റിപ്ലൈ ഇട്ടല്ലോ. ഓ ശരി. റിപ്ലൈ ഇവിടെ ഉണ്ട്. അവിടെ എന്തിനാ വാട്സപ്പിൽ? വാട്സപ്പില്ല. നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. എനിക്ക് ഒറ്റ അവസ്ഥ മാത്രമേ ഉള്ളൂ. എന്താണ് എന്റെ പേര്? എല്ലാവർക്കും സംഭവിക്കേണ്ട ഒരവസ്ഥ മാത്രമേ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളൂ. തഥാസ്തു. ആണോ? എല്ലാവരോടും നിൽക്കുന്നു. നന്മ, സ്നേഹം, ഇത് മാത്രമേ നമുക്ക് നൽകാനുള്ളൂ. അത് മാത്രമേ അറിയുള്ളൂ. മറ്റൊന്നും അറിയാം. മറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നന്മ ഉണ്ടാവണം, എല്ലാവരോടും സ്നേഹവും, എല്ലാവർക്കും നന്മ ഉണ്ടാവണം. അത് മാത്രമേ ആഗ്രഹമുള്ളൂ. അപ്പൊ ആ നന്മ ചിലപ്പോൾ കിട്ടുമ്പോൾ ഞാൻ പറയും കുറച്ച് കാശൊക്കെ തരണം കേട്ടോ എന്നൊക്കെ പറയും. അത് സ്വാഭാവിക നന്മയുടെ മറ്റൊരു വശമാണല്ലോ. അതുകൊണ്ട് മാത്രം കുറച്ച് പൈസ മേടിക്കുന്നത്. ഇത് പറയേണ്ടി വരും എടുക്കട്ടെ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, അല്ലെങ്കിൽ അത് കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ്. അപ്പോ ഓക്കെ, ശരി. അപ്പൊ എല്ലാം കിടന്നുറങ്ങിക്കോളൂ. രാവിലെ എണീക്കേണ്ടവര് നാളെ രാവിലെ നമുക്ക് മറ്റേ കുറേ ദിവസമായി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാതെ അല്ലെ, സൈലന്റ് നമ്മുടെ ഇല്ലേ ധന്യ കുറെ ആയില്ലേ നമ്മൾ ആ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത മെസ്സേജ് ഇട്ടു. ഒരു മെസ്സേജ് ഇട്ട് തന്നെ ഇപ്പൊ തന്നെ രാവിലെ നാളെ രാവിലെ 5 മണിക്ക് നമ്മുടെ മെഡിറ്റേഷൻ ലെവൽ 1 സാർ. ലെവൽ 1 ഇട്ടേക്ക് മെസ്സേജ് ഇട്ട് എല്ലാവരും വരട്ടെ, നമുക്കൊന്ന് ഇരിക്കാം അവിടെ. ഇല്ലേ നിഷ? ഉറങ്ങിട്ട് രാവിലെ ഇരിക്കാം, നോക്കാം. നല്ല സുഖമായിട്ടിരിക്കാം. ഇന്ന് നമ്മളിത് ചെയ്തതാണ്. പക്ഷെ നാളെ നമുക്ക് ഭൈരവ തന്ത്രം ഉപയോഗിക്കാത്ത കുറേ ദിവസമായി നമ്മൾ പ്രാക്ടീസ് ചെയ്ത കുറേ. നമ്മൾ ലെവൽ 3 എത്തിയത് നിർത്തിയാലേ, 3rd നിർത്തിയത്. അപ്പൊ നാളെ നമുക്ക് ഒന്നുകൂടി 1, 2, 3 ചെയ്യാം. 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരോടും ഗുഡ് നൈറ്റ്. സീ യു ടുമോറോ. Thank you. നാളെ ക്ലാസ് ഉണ്ട്. നാളെ കുറേ ക്ലാസ് ഉണ്ട് കേട്ടോ. താങ്ക് യു സാർ. ക്ലാസ് ആണ്. Thank you, sir. താങ്ക് യു.